शिवारविन्दं 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 ഹരി ഓം. മീറ്റ് മീ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ബി ആർ രാജേഷ് ജിയുമായിട്ടുള്ള സത്സംഗം തുടരുകയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ എടുക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ വളരെ ദീർഘമായിട്ട് വളരെ ആഴത്തിൽ വേദാന്തത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു നടന്നത്. തുടർന്നും നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ വേദാന്തത്തെക്കുറിച്ച് തന്നെ കൂടുതൽ രാജേഷ് ജിയോട് നമുക്ക് ചോദിച്ചറിയാം. രാജേഷ് ജിയെ നമുക്ക് സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഹരി ഓം. ജി, അദ്വൈത വേദാന്തത്തിൽ പറയുന്ന ഈ ബ്രഹ്മൻ, ജീവൻ, ജഗത്ത്, മായ ഇവയെല്ലാം എന്താണ്? അത് അദ്വൈത വേദാന്തത്തിലെ പ്രധാനപ്പെട്ട ടേംസ്, വാക്കുകളെ കുറിച്ചാണ് ഈ ചോദിച്ചത്. പദങ്ങളാണ് ബ്രഹ്മം, ജീവൻ, ജഗത്ത്, മായ. ഇത് ഒരു വേദാന്ത വിദ്യാർത്ഥി, പ്രത്യേകിച്ച് അദ്വൈത വേദാന്തത്തിൻ്റെ വിദ്യാർത്ഥി തീർച്ചയായും ഗ്രഹിച്ചിരിക്കേണ്ടതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ ആദ്യമേ പറയാം, ഈ വാക്കുകൾക്ക് മറ്റ് കവിതകളിലോ സാഹിത്യത്തിലോ നമ്മൾ വാക്കിന് അർത്ഥം പഠിക്കുന്നത് പോലെ വേദാന്തത്തിൽ ഗ്രഹിക്കാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ആ വാക്കിനും അർത്ഥമെന്ന് പറയുമ്പോൾ മറ്റൊരു വാക്കാണ്. അതിലുപരി ഇതൊരു അനുഭവത്തിൽ പോയി നമ്മൾ പഠിക്കും. അങ്ങനെ വേദാന്തത്തിൽ സാധിക്കും. ഇതിനെക്കുറിച്ച് പറയുന്നത് അദ്വൈത ഈസ് നോട്ട് എ ഫിലോസോഫിക്കൽ സിസ്റ്റം ബട്ട് എ ഡീപ്പ് ഇൻസൈറ്റ് എന്ന് വരെ പറയുന്നുണ്ട്. അതിന് മറ്റ് തത്വശാസ്ത്രങ്ങളുടെ ഒരു ചട്ടക്കൂട്ടിലും പെടുത്താൻ പറ്റില്ല. ഇതിൽ പറയുന്നത് എല്ലാ വാക്കുകൾക്കും അതീതമായ സത്യത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ബ്രഹ്മം എന്നുള്ളത് ആദ്യം ഞാൻ എല്ലാത്തിനും വാക്കിൻ്റെ അർത്ഥവും പിന്നീട് അതിൻ്റെ നമുക്കും പറയുന്നതിന് പരിമിതിയുണ്ട് എങ്കിലും ഒരാൾക്ക് ഇത് സൂചകങ്ങളാണ്. ഈ എല്ലാ ഗ്രന്ഥങ്ങളും നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പോലെ നമ്മൾ കൊച്ചിയിലോട്ട് പോകുമ്പോൾ വഴി എഴുതിയേക്കും. അത് അത്രയും മനസ്സിലാക്കണം. അത് ഏത് ഗുരുവിനും അത്രയും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം, ആ വാക്ക് വന്നത് അതിൻ്റെ സംസ്കൃത ധാതു ബൃഹ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പെരുകുന്നത്, വ്യാപിക്കുന്നത്. അപ്പോൾ യാതൊന്നാണോ ഇങ്ങനെ വ്യാപിച്ച് കാണും അല്ലെങ്കിൽ പെരുകി കാണും, അതാണ് ബ്രഹ്മം. അപ്പോൾ ഇപ്പോൾ ഒരു ആൽവൃക്ഷമായി നിൽക്കുന്നു. ഒരാൽവൃക്ഷം കണ്ടു വളർന്ന് വികസിച്ച് പന്തലിച്ച് നിൽക്കുകയാണ്. ഇത് യാതൊന്നാണ് ഇത് ആൽവൃക്ഷമായത്? ഒരു വിത്തല്ലേ, ചെറിയ വിത്ത് അല്ലേ? അപ്പോൾ ആൽവൃക്ഷത്തെ സംബന്ധിച്ച് ആ വിത്താണ് അതിൻ്റെ ബ്രഹ്മം എന്നൊരു ഉദാഹരണമാണ്, ഉദാഹരണത്തിൽ പിടിച്ചു കളയുന്നത്. അപ്പോൾ അതുപോലെ ഈ പ്രപഞ്ചം വ്യാപിച്ച് നിൽക്കുന്ന ഈ പ്രപഞ്ചം യാതൊന്നാണ് ഈ പ്രപഞ്ചമായി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ആധുനിക ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തത്തിൽ
യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനവരെടുക്കുന്നത് ഡോപ്ലേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, മുമ്പൊക്കെ ഈ ട്രെയിൻ പോകുമ്പോൾ തീവണ്ടി ശൂളം വിളിച്ച് പോകും. ഇത് പോകും തോറും ഇതിൻ്റെ ആ ശബ്ദത്തിൻ്റെ തരംഗങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യതിയാനം. അതുപോലെ ഈ പ്രകാശ തരംഗങ്ങളെ ഔട്ട് ഓഫ് സ്പേസിൽ നിന്ന് വരുന്ന നക്ഷത്രങ്ങളുടെയൊക്കെ നിരീക്ഷിച്ചപ്പോൾ അതിന് വേവ് ലെങ്തിൽ വ്യത്യാസമുണ്ട്. അപ്പോഴാണ് ഇത് വികസിക്കുന്നു എന്ന് ശാസ്ത്രം കണ്ടെത്തിയത്. അതുപോലെ അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇത് നിരന്തരം വ്യാപിക്കും. നമ്മുടെ തന്നെ ശരീരം എന്താണ്? സെൽസ് ഡിവൈഡ് അല്ലേ, 1 2 ആവുന്നു, 2 4 ആവുന്നു, അതല്ലേ നമ്മുടെ കോശങ്ങൾ വിഭജിക്കും. ജനസംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ഈ സെൽ ഡിവിഷനാണ്, അല്ലേ? ജനസംഖ്യ കൂടുക എന്ന് പറയുന്നത് സെൽ ഡിവിഷനാണ്. അപ്പം ഇങ്ങനെ നിരന്തരം വ്യാപിക്കുകയാണ്. ഈ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? യാതൊന്നാണ് ഇങ്ങനെ വ്യാപിക്കുന്നത്, അല്ലേ? നമുക്ക് ഈ വ്യാപിക്കുന്ന പുറമേയുള്ള കാര്യങ്ങളെ കാണാവും. ഇത് എന്താണ് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു? എന്ത് യഥാർത്ഥം വസ്തു, അല്ലെങ്കിൽ ആ ഒരു സത്യം, ആ സത്ത എന്താണ്? അതാണ് ബൃഹ്. അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ യാതൊന്നാണോ ഇങ്ങനെ വ്യാപിക്കുന്നത്, അതാണ് ബ്രഹ്മം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അപ്പോൾ നമുക്ക് അടുത്തത് പ്രപഞ്ചത്തിലേക്ക്, അല്ലേ? പ്രപഞ്ചം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊന്നാണോ ഇങ്ങനെ വ്യാപിക്കുന്നത്, അതാണ് ബ്രഹ്മം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഷഡ്ദർശനങ്ങൾ തൊട്ട് നമുക്കൊന്ന് പറയേണ്ടി വരും അദ്വൈത വേദാന്തത്തിൻ്റെ ബ്രഹ്മത്തിലെത്താൻ. അതിൽ സാഖ്യയോഗ അത് ഒരുമിച്ചാണ് പറയുന്നത്. സാഖ്യ ദർശനവും യോഗ, 6 ദർശനങ്ങൾ. അപ്പോൾ ഇന്ത്യൻ ഫിലോസഫിയെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് സിസ്റ്റംസ് എന്നും ഹെറ്ററഡോക്സ് സിസ്റ്റംസ്. അതായത് യാഥാസ്ഥിതികമായി വേദപ്രമാണങ്ങളെ അംഗീകരിച്ചതാണ് ഓർത്തഡോക്സ് സിസ്റ്റംസ്. വേദപ്രമാണങ്ങളെ അംഗീകരിക്കാത്ത 3 സിസ്റ്റംസ് ഉണ്ട്: ബുദ്ധിസം, ജൈനിസം, ചാർവാക. അതാണ് ഹെറ്ററഡോക്സ്. അപ്പോൾ ഹെറ്ററഡോക്സ് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ഷഡ്ദർശനങ്ങൾ അത് പുരാതനമെന്നാണ് പറയുന്നത്. സാഖ്യമൊക്കെ വളരെ പുരാതനമെന്നാണ് പറയുന്നത്. കപിലൻ ആണ് കപില മഹർഷിയാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. കപിലനെ ഭാഗവതത്തിൽ ഭഗവാന്റെ, കപില വാസുദേവൻ എന്ന് പറഞ്ഞ ഭഗവാന്റെ ഒരു അവതാരമായിട്ട് തന്നെ എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ഈ കപില മഹർഷിയുടെ ഈ സാഖ്യയോഗം എന്ന് പറയുന്നത്, ഈ സാഖ്യം എന്ന് പേര് വരാൻ കാര്യം എണ്ണിയാണ് തത്വങ്ങൾ പറഞ്ഞത്. എണ്ണി അതുകൊണ്ടാണ് സംഖ്യ എണ്ണി. ഒരു സംഖ്യ ഋഷിയുടെ ശിഷ്യനാണ് പൈതഗോറസ് എന്നാണ് പറയുന്നത്. ഗണിതം അവരിൽ നിന്നാണ് വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ രീതിയിൽ അവരുടെ പുരുഷനും പ്രകൃതിയുമാണ് 2 തത്വം. പുരുഷൻ സ്പിരിച്വലാണ്, പ്രകൃതി മെറ്റീരിയലാണ്. ഈ പ്രകൃതിക്ക് ഈ ക്രിയേഷൻ, ബിഫോർ ക്രിയേഷൻ, അവരുടെ ജനസിസാണ് ഞാൻ പറയുന്നത്, തിയറി ഓഫ് ഇവല്യൂഷൻ. സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രകൃതി 3 ഗുണങ്ങൾ, സത്വം, രജസ്, തമസ്, ഇത് സമനിലയിൽ വർത്തിച്ച് ഒരു ഇക്വിലിബ്രിയം കീപ്പ് ചെയ്യും. പുരുഷന്റെ ഇൻ ദ പ്രസൻസ് ഓഫ് പുരുഷന്റെ സാന്നിധ്യത്തിൽ ആത്മപ്രകാശം എന്ന് വയ്ക്കുക. ഈ സമനിലയ്ക്ക് വ്യത്യാസം വന്ന് ഒന്നൊന്നിനേക്കാളും ഡോമിനേറ്റ് ചെയ്യും, ചലിക്കാൻ തുടങ്ങി. അങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. അതിൽ സത്വഗുണം കൂടിയത് സാത്വികമെന്നും രജോ ഗുണം കൂടിയവയെ രജസ് എന്നും താമസികം കൂടിയതിനെ താമസികം എന്നും പറയും. അങ്ങനെയുള്ള രൂപങ്ങൾ. അപ്പം എല്ലാ വ്യക്തിയിലും ഈ 3 ഗുണമുണ്ട്, ഒന്ന് അധികരിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഉണ്ടായത് മഹാനാത്മ, മഹാബുദ്ധി, മഹത്തത്വം എന്നാണ് പറയുന്നത് ഫസ്റ്റ്. അതിൽ നിന്ന് അഹങ്കാരം, മനസ്സ്, പിന്നെ അതിൽ നിന്ന് 5 സെൻസ് ഓർഗൻസ്, 5 മോട്ടോർ ഓർഗൻസ്, ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. ഞാൻ സമയക്കുറവ് മൂലം ഓരോന്ന് അറിയാമല്ലോ നമുക്ക്. പിന്നെ പഞ്ചഭൂതങ്ങൾ, മഹാഭൂതങ്ങൾ, ആകാശം അറിയാമല്ലോ, വായു, അഗ്നി, ജലം, ഭൂമി, അതിൻ്റെ സൂക്ഷ്മ തന്മാത്രകൾ. അത് ആകാശത്തിൻ്റെ സൂക്ഷ്മ തന്മാത്ര ശബ്ദം. അതായത് നമ്മുടെ ഉള്ളിൽ സ്പേസ് ഉണ്ട്, നമ്മൾ കാതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഒരു ഓങ്കാരം കേൾക്കും. ഇത് ഈ ഉള്ളിലുള്ള ആകാശം സ്പേസിൻ്റെ ഗുണമാണ്. ഔട്ട് ഓഫ് സ്പേസിൽ പോയാൽ ഈ ശബ്ദം. ഈ വാക്വം, ശൂന്യം എന്നൊരു കാര്യമില്ല ഒരിടത്ത്. അത് മാക്സ് പ്ലാങ്ക് അത് തെളിയിച്ചു. അതിനെയാണ് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത്. പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. അപ്പോൾ അത് ഈ ശബ്ദരൂപത്തിലാണ്. ഈ ശബ്ദമാണ് ആകാശത്തിൻ്റെ, സ്പേസ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്ന ശബ്ദം. അത് ആധുനിക ശാസ്ത്രം അത് സമ്മതിക്കണമെന്നില്ല, പക്ഷെ വേദാന്തം അത് കണ്ടെത്തി. സ്പേസിൻ്റെ ഗുണമാണ് ശബ്ദം. അടുത്തത് വായു. എങ്ങനെ നമുക്ക് വായുവിനെ അറിയാം? തൊട്ട് നോക്കിയാൽ, അല്ലേ? സ്പർശ ഗുണമാണ്. അപ്പോൾ വായു
അതിൻ്റെ ഗ്രോസ് എലിമെൻ്റാണ്, പുറമേയുള്ള മഹാഭൂതം. അതിൻ്റെ തന്മാത്ര സ്പർശം. അടുത്തത് നമുക്ക് ആദ്യമായി കാഴ്ച കിട്ടുന്നത് അഗ്നിയിലാണ്. അഗ്നി തത്വം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ രൂപമാണ്, രൂപ തന്മാത്രയാണ് അഗ്നി തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ആ രൂപ തന്മാത്ര, അത് കഴിഞ്ഞ് ജലത്തിന് രസമാണ് അല്ലേ. അപ്പോൾ ജലത്തിൻ്റെ തന്മാത്ര രസവും, പൃഥ്വി ഭൂമിയുടെ തന്മാത്ര ഗന്ധവും. അപ്പം ഇതിൽ നമ്മുടെ ഉള്ളിൽ ഒരു സ്പേസ് ഉണ്ട് അല്ലേ, ശബ്ദം ഉണ്ട്. അത് കഴിഞ്ഞ് വായു, വായുവാണ് പ്രാണനായിട്ടും മനസ്സായിട്ടും നിൽക്കുന്നത് നമ്മുടെ ഉള്ളിൽ. പ്രാണനും ഇപ്പം നമ്മളെ മനസ്സിലൊന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ നമ്മളെ ശ്വസിക്കാതിരുന്നിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കും, സാധ്യമല്ല. ഇത് തമ്മിൽ കണക്ഷനുണ്ട്, ബന്ധമുണ്ടെന്ന് ഋഷിമാർ കണ്ടെത്തിയിട്ട്. അപ്പം മനസ്സും ഈ പ്രാണനുമായിട്ടിരിക്കും. അപ്പം വായു തന്മാത്ര, നമ്മളെ ഉള്ളിലുള്ള വായു അല്ലേ തന്മാത്ര സ്പർശം. അഗ്നിയാണ് ബുദ്ധിയായിട്ട് നിൽക്കുന്നത്. അഗ്നിയുടെ ജോലി എന്താണ്? ദഹിപ്പിക്കുക. അപ്പം നല്ലതിനെയും ചീത്തയും വേർതിരിച്ച്. അപ്പം അത്ര ഷാർപ്പാണ് അഗ്നിയുടെ ഇതുണ്ട്. അഗ്നിമീളെ എന്നാണ് വേദം തുടങ്ങുന്നത് തന്നെ. അതിൻ്റെ രൂപം അതാണ് ബുദ്ധി. ബുദ്ധിയായിട്ടാണ് അത് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. ജലം എന്ന് പറയുന്ന ചിത്തമാണ്. ജലത്തിൻ്റെ സ്വഭാവം എന്താണ്? ഒരു കുടത്തിലിരുന്നാൽ കുടത്തിൻ്റെ രൂപം വികാരപ്പെടും, കുപ്പിയിലിരുന്നാൽ കുപ്പിയുടെ രൂപം. നമ്മളൊരു മരണ വീട്ടിൽ പോയാൽ അവിടെ നമുക്കൊരു ദുഃഖം, ഒരു കല്യാണ വീട്ടിൽ പോയ ഒരു സന്തോഷം. വികാരപ്പെടലാണ് ചിത്തത്തിൽ. പൃഥ്വി കട്ടി പിടിച്ച അഹങ്കാരം. ഈ 5 തന്മാത്രയും നമ്മളിലുണ്ടല്ലോ. ഇത് 5ഉം കൂടി നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ 5 കാര്യങ്ങൾ അരയും, അങ്ങനെ അരഞ്ഞ് ചേർന്നിരിക്കും. ഇതിനെയാണ് സൂക്ഷ്മ ശരീരം, ആസ്ട്രൽ ബോഡി. ഇതാണ് മരിക്കുമ്പോൾ ഇറങ്ങിപ്പോവുകയും ഇത് ഒരു ഭ്രൂണത്തിലേക്ക് വരികയും, അല്ലാതെ ആത്മാ ഒരിടത്ത് നിന്ന് ഒരിടത്ത് പോകുന്നില്ല. ഇതൊക്കെ തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണകളും ഇന്ന് യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇതങ്ങ് തകർക്കണം. ABCD അറിയില്ല ഇതിലൊരാൾക്ക്. ഇതിന് ചെറിയ വേരിയേഷൻസിലൂടെ 8 കാര്യങ്ങൾ ചേർന്ന് പുരിയഷ്ടകം എന്ന് യോഗവാസിഷ്ടം പറയുന്നുണ്ട്. പല ഗ്രന്ഥങ്ങളിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം. എന്തായാലും അസ്ട്രൽ ബോഡി, സൂക്ഷ്മ ശരീരം ഇതാണ്. ഇതിൻ്റെ ഗ്രോസ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ ശരീരം. മനസ്സിലായി? അപ്പം ഇത് നിലനിൽക്കുന്നത് നമ്മുടെ അതായത് ഇത് അകത്തിരിക്കുകയല്ല, ഇത് സൂക്ഷ്മമാണ്. സ്ഥൂലം കാണുന്നതിൻ്റെ സൂക്ഷ്മമാണ്. അപ്പം ബ്രഹ്മം എന്താണെന്ന് മനസ്സിലായി. പെരുകിക്കൊണ്ടിരിക്കുന്ന ഇത് ഒന്നിലും ഇപ്പം എൻ്റെ ശരീരത്തിലുള്ളത് എൻ്റെ ശരീരത്തിലുള്ള ഊർജവും നിങ്ങളുടെ ശരീരത്തിലുള്ള ഊർജം, എനർജി രണ്ടാണോ ഒന്നാണോ? ഒന്നല്ലേ. ഇനി നമ്മുടെ ശരീരത്തിലുള്ളതും ലോകം ആകമാനമുള്ള ജനങ്ങളുടെ ശരീരത്തിലുള്ള ഊർജവും ഒന്നാണോ ആണല്ലോ. പക്ഷി മൃഗാദി ഉണ്ട്, അവരുടെ ശരീരത്തിലുള്ള ഊർജവും നമ്മുടെ ശരീരത്തിലെ ഊർജവും ഒന്നാണോ രണ്ടാണോ? ഒന്ന് തന്നെയല്ലോ. ഇനി ഈ പക്ഷി മൃഗാദികളുടെയും മനുഷ്യരുടെയും ശരീരത്തിലുള്ളതും വൃക്ഷലതാദികളുടെ ശരീരത്തിലുള്ള എന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിൽ അതിനെ നിലനിർത്തിയിരിക്കുന്ന ഊർജം ഒന്നാണല്ലോ. ഭൂമിയുടെ പിന്നിലുള്ള ഊർജവും ഈ ജീവജാലങ്ങളുടെ പിന്നിലുള്ള ഊർജം ഒന്നാണോ രണ്ടാണോ? ഒന്നാണല്ലോ. ഈ ഭൂമിയും സൂര്യനും എല്ലാം എടുക്കുക, സൂര്യൻ്റെ പിന്നിലെ ഊർജവും ഇതിൻ്റെ പിന്നിലെ ഊർജവും. ഇവിടെ എവിടെയാണ് രണ്ടുള്ളത്? ഇതാണ് അദ്വൈതം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലെ ഈ ഊർജം, എനർജിക്കും ഉറവിടമായ പ്ലാറ്റ്ഫോം, പശ്ചാത്തലമായതാണ് ബോധം, അഖണ്ഡ ബോധം. അതാണ് ബ്രഹ്മം. അപ്പം ബ്രഹ്മം ബോധമാണെന്ന് എങ്ങനെ അറിയാം? ലക്ഷണവാക്യം അത് വരുന്നത് ഋഗ്വേദോപനിഷത്തായ ഐതരേയോപനിഷത്തിലാണ്. പ്രജ്ഞാനം ബ്രഹ്മ, ബ്രഹ്മം ബോധമാണ്. അത് ലക്ഷണം പറയുക. രണ്ടാമത് ഗുരു പറയണം അഹം ബ്രഹ്മാസ്മി, അത് അനുഭവവാക്യം ഗുരുവിൻ്റെ. അത് ബൃഹദാരണ്യോപനിഷത്ത് അതെന്ന് പറയുന്നത് യജുർവേദോപനിഷത്ത്, അതിലാണ് അഹം ബ്രഹ്മാസ്മി വരുന്നത്. ഇനി മൂന്നാമത് വരുന്നത് ഗുരു ആദ്യം പറഞ്ഞു ബോധമാണ് ബ്രഹ്മം, ഞാൻ ബ്രഹ്മമാവുന്നു, നീ അതാണ് തത്വമസി. അത് ഛാന്തോഗ്യോപനിഷത്ത്, സാമവേദോപനിഷത്ത്. ഇനി അപ്പം അത് ഉപദേശവാക്യവും. ആദ്യം ലക്ഷണവാക്യം, അനുഭവവാക്യം, ഉപദേശവാക്യം. ഇത് കേട്ട ശിഷ്യൻ ഇതിനെ അനുസന്ധാനം ചെയ്ത് സ്വാധ്യായം ചെയ്യണം. അതാണ് അയമാത്മാ ബ്രഹ്മ. അത് വരുന്നത് മാണ്ഡൂക്യ ഉപനിഷത്തിൽ, അഥർവവേദോപനിഷത്ത്. ഇത് 4മാണ് മഹാവാക്യം. അത് അനുസന്ധാന വാക്യം എന്നാണ്. മനസ്സിലായല്ലോ? അപ്പം ബ്രഹ്മം എന്ന് പറയുന്ന എൻ്റെ മാത്രം പിന്നിലെ സത്യമല്ല. ഈ പ്രപഞ്ച ആകമാനത്തിന് ബ്രഹ്മം രണ്ടാമതൊന്നില്ല, ബ്രഹ്മസത്യം. പിന്നെ ഇവിടെ പലത് കാണുന്നതോ
അത് മിഥ്യ. അതിന് ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ അദ്വൈത വേദാന്തം പറയുന്നത് രജ്ജു സർപ്പോ, കയറും പാമ്പും, സ്നേക്ക് റോ. ഇരുട്ടെന്ന് വെച്ചാൽ പൂർണ്ണ ഇരുട്ടിലൊന്നും കാണില്ല, പൂർണ്ണ വെളിച്ചത്തിൽ സത്യം കാണാം. മങ്ങിയ വെളിച്ചം, ഗുരു നേരത്തെ പറഞ്ഞ ഉലകവും ഉള്ളതുമായി കലർന്ന്, അതായത് ഒരു മങ്ങിയ വെളിച്ചത്തിൽ ഒരു കയറ് കിടക്കും, പാമ്പായിട്ട് തോന്നും. വാസ്തവത്തിൽ പാമ്പ് അവിടെ ഉണ്ടോ? ഉള്ളത് കയറ് മാത്രം അല്ലേ? അപ്പോൾ എന്ത് ആരംഭിക്കും? ഒന്നുകിൽ ഓടാൻ തുടങ്ങും, അല്ലെങ്കിൽ ഓടിപ്പോയി ഒരു വടിയെടുക്കും. അവ കർമ്മം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? അജ്ഞാനത്തിൽ നിന്ന് ആണല്ലോ. നേരെ മറിച്ച് ഒരു വെളിച്ചം കൊണ്ടുവന്ന് ഇതിനെ നോക്കി കയറെന്ന് കണ്ടാൽ പിന്നെ ഭയപ്പെടുവോ ഓടുവോ? ഇല്ല, അവിടെ ശാന്തമാണ്. അതുപോലെ അഖണ്ഡ ബോധത്തിൽ അതിനെ ആദ്യം ഈ കയറിൽ സംഭവിക്കുന്നത് എന്താണ്? കയറിൻ്റെ രൂപം മറയുന്നു, അതാണ് ആവരണം. അതിൽ പാമ്പിൻ്റെ രൂപം വിക്ഷേപം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും, അതാണ് വിക്ഷേപം. അതുപോലെ അഖണ്ഡ ബോധത്തിൽ ഒരു മറവി, ചെറിയൊരു മറവി സംഭവിക്കും. താൻ ആരെന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മറന്നു, പിന്നെ താൻ അവിടെയാണ് ഇവിടെയാണ് എന്ന്, അതാണ് ഇതാണ് അനേകം വിക്ഷേപങ്ങൾ. അതായത് നമ്മളൊരു കണ്ണട വെച്ച് നമ്മൾ പണ്ട് മൂക്കിൽ വെച്ചിരിക്കുകയാണ്, മറന്നു എവിടെ വെച്ചേക്കുന്നു, അവിടെ ഇവിടെ ഇരുന്നു. അപ്പോൾ ഒരാൾ നിങ്ങൾ എന്താ തിരയുന്നത്? അതെൻ്റെ കണ്ണട കാണുന്നില്ലേ, നിങ്ങളുടെ മൂക്കിലിരിക്കുകയല്ലേ ഇത്രയുമായിട്ട് കണ്ണട. അപ്പോഴെഴുതിയ ആൾക്ക് അപ്പോൾ അത് ശ്രുതി, അയാൾ പറഞ്ഞത് സ്മൃതി ഉണ്ടായി, കണ്ണട സ്മൃതിയിലൂടെ ഇദ്ദേഹത്തിന് സാക്ഷാത്കാരം കിട്ടി, ഇദ്ദേഹം ശാന്തനായി, പിന്നെ അവിടെ ഇവിടെയാണ്. അതുപോലെ താൻ ആരെന്ന് ഒരു അർത്ഥനിമിഷം, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മറന്നിട്ട് താൻ കുമാരനാശാൻ ചണ്ടാല ഋഷി പറഞ്ഞ പോലെ മുട്ടയായും പുഴുവായും പരം പക്ഷിയായും മൃഗമായും ഒട്ടേറെ ജന്മം കഴിഞ്ഞ ജന്തു പക്ഷേ മനുഷ്യനായെന്ന്. ഇങ്ങനെ ഇതാണ് ജന്മാന്തരങ്ങളെന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് ഒരുമിച്ചെന്നാണ് പറയുന്നത്. ഇതിന് പാസ്റ്റോ പ്രസൻറ്റോ ഫ്യൂച്ചറോ ഇല്ല. ഇത് കാലം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതായത് ഈ കാലം എന്താണെന്നൊന്ന് നമ്മൾ അകത്തോട്ട് ചിന്തിച്ചാൽ നമ്മൾ പറയുന്നത് ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുമ്പോൾ 24 മണിക്കൂർ. അച്ചുതണ്ട് തന്നെ സാങ്കല്പികമാണ് അല്ലേ? സാങ്കല്പികമായ ആക്സിസാണ്. സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റുമ്പോൾ 1 വർഷം എന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കും. അത് ക്ലോക്കിൽ നമ്മൾ വിഭജിച്ചിട്ട് ഇത് ഈ സമയം എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇനി ബാലകൃഷ്ണൻ നായർ സാർ, എൻ്റെ ഗുരുനാഥൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എപ്പോഴും. സൂര്യനിൽ ഒരാൾ താമസം ഉണ്ടെന്ന് വയ്ക്കുക, ആ സൂര്യനിൽ ചൂടാണ്, അതിരിക്കട്ടെ, സൂര്യനിൽ ഒരു ജീവി ഉണ്ടായി താമസിക്കും, അയാളുടെ കാലം എന്ത്? അപ്പം നമ്മൾ പറയും എന്നാൽ ഇവിടത്തെ കാലം വെച്ച് അങ്ങനെ പറയാൻ പറ്റില്ലെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, കാലത്തിൻ്റെ ഒരു സംക്ഷിപ്ത ചരിത്രത്തിൽ അബ്സല്യൂട്ട് ടൈം, കേവല സമയമൊന്നുമില്ല. അതിന് ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നു. ഒന്ന്, 2 ട്വിൻസ് ഒരാളെ ഔട്ട് ഓഫ് സ്പേസിൽ കൊണ്ടുപോയി വളർത്തിയാൽ ഇവിടെ വളരുന്നവന് 24 വയസ്സാകുമ്പോൾ അവന് 2.5 വയസ്സേ ആവും. ഇത് പ്രൂഫ് ചെയ്തിട്ടുണ്ട്, ഇത് പ്രൂഫുണ്ട്, തെളിവ് സഹിതം ഈ സിദ്ധാന്തം തെളിയിച്ചിട്ടുണ്ട്. അതിനെ കോൺക്രീറ്റ് ആയിട്ട് ചെയ്തെടുക്കാനുള്ള വിദ്യ കിട്ടിയിട്ടില്ല. ടൈം മെഷീനൊക്കെ പറയുന്നത് പാസ്റ്റിലും ഫ്യൂച്ചറിലും പോകാം എന്ന് അത് തെളിയിച്ചിട്ടുണ്ട്, പോകാനുള്ള വിദ്യ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എളുപ്പം മനസ്സിലാവാൻ ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. എൻ്റേതായിട്ടൊരു, നമ്മൾ കൊച്ചി വരെ പോകണം. ഇവിടെ നിന്ന് രാവിലെ 6 മണിക്ക് നമ്മൾ ശതാബ്ദി എക്സ്പ്രസ്സിൽ കയറി 9:30 എത്തും കൊച്ചി. ഈ 6 മണിക്ക് കൊച്ചി അവിടെ ഇല്ലേ? ഉണ്ട്. നമ്മൾ യാത്ര ചെയ്ത് എത്തുന്ന സമയമാണ്, അതാണ് നമ്മളുണ്ടാക്കിയ സമയമാണ് നമ്മൾ പറയുന്നത്. തിരുവനന്തപുരവും കൊച്ചിയും ഒരു സമയം എക്സിസ്റ്റ് ചെയ്യാൻ അല്ലേ, നിലനിൽക്കുക. ഈ ഭൂതവും വർത്തമാനവും ഭാവിയും ഒരുമിച്ച് നിൽക്കുക, നമ്മളെ സൗകര്യത്തിന് തിരിച്ചിരിക്കുക. അതുപോലെ തന്നെ ദേശം, സ്ഥലം, സ്പേസ്, ഇത്ര ദൂരം പോയി അത്ര. അപ്പോൾ അതാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ സ്പേസും ടൈമും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ഇതാണ് ഒരു മായാപടമാണ് ഈ സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുന്നത്. അതായത് ശ്രീനാരായണ ഗുരു ജനനി നവരഞ്ജലിയിൽ കാലാദിയായ, അതായത് കാലദേശങ്ങൾ, സ്പേസ് ആൻഡ് ടൈമായ കാലാദിയായ മൃദു നൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതിമൈ മേലാകെ മൂടും അതിനാൽ ആരും അറിവിയില്ല ആഗമാന്ത നിലയിൽ. അതായത് ഒരു വസ്ത്രത്തിൻ്റെ ഊടും പാവും സ്പേസ് ആൻഡ് ടൈം എന്ന് വയ്ക്കുക. അത് മൃദുനൂലാൽ നൂല്, ഇതിനെ പൊട്ടിച്ച് കളയാൻ എളുപ്പമെന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ മോക്ഷം എത്രയും പ്രയാസമാണ്.
പക്ഷേ ശ്രീനാരായണ ഗുരുവിനെയും ശങ്കരാചാര്യ സ്വാമികളെ പോലുള്ളവർ പറയുന്നത് ഇത് എത്രയും എളുപ്പം. കാരണം നമ്മളൊരു ചീട്ട് കൊണ്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കുകയാണ് നോക്കിയാൽ, ചീട്ട് കൊണ്ട് ഒരു കൊട്ടാരം എത്ര സൂക്ഷ്മമായി വെച്ചാൽ ഇത് ഉണ്ടാകും. ഇത് തട്ടിക്കളഞ്ഞാൽ ഒരു തട്ട് പോരെ ഇത് വീഴാൻ, അത്ര എളുപ്പമാണ്. അപ്പോൾ ആ കാലദേശങ്ങൾ എന്താണ് നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ആ മൃദുനൂല് ഊടും പാവുമായിട്ട് നെയ്ത ലീലാപടം, ഒരു മായാവസ്ത്രം കൊണ്ട് ഈ ഭവതി എന്ന് പറയുന്ന ബ്രഹ്മജ്ഞാനം, ബ്രഹ്മത്തെ മൂടിയിരിക്കുക, ഈ ജനനിയെ മൂടിയിരിക്കുന്നത് കൊണ്ട് ആരും അറിവിയില്ല. ആഗമാന്തം നിന്റെ ആത്യന്തിക നില ആരും അറിയില്ല എന്ന് ഗുരു പറയും. അപ്പം ഇതാണ് ബ്രഹ്മത്തിൻ്റെ നില. അവിടെ ജഗത്ത് മിഥ്യ എന്ന് പറയാൻ കാരണം ഒന്ന് കയറും പാമ്പും ഞാൻ പറഞ്ഞു, അത് ക്ലാസിക്കൽ എക്സാമ്പിൾ. മറ്റൊരു നമുക്കിപ്പോൾ തന്നെ പരീക്ഷിക്കാവുന്ന, നമ്മൾ ഈ പ്രപഞ്ചം കാണുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു മൊബൈൽ കാണുകയാണ്, ഈ മൊബൈൽ കാണും. ഇതിൻ്റെ ഇതേ നിറത്തിലും വലുപ്പത്തിലുമാണോ പട്ടികൾ ഇതിനെ കാണുന്നത്? അല്ല. അപ്പം നമ്മളിത് ഈ വലുപ്പത്തിലും നിറത്തിലും നീളത്തിലും വീതിയിലും കാണാൻ കാരണം നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൻ്റെ പ്രത്യേകതയാണല്ലോ. അതുപോലെ 84,000 സ്പീഷീസ് ഉണ്ട്. ഓരോന്നും ഒരു തരം ഈച്ചകൾ എല്ലാത്തിലും വൃത്തം കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്ന ഈ മൊബൈൽ ഇതാണോ ഇതിൻ്റെ യഥാർത്ഥ രൂപം? അവർ കാണുന്നതാണോ? അപ്പം നമ്മൾ കാണുന്ന പ്രപഞ്ചമാണോ ഇത്രയും സ്പീഷീസും കാണുന്നത്? അല്ലല്ല. ഇനി ഒരു ഇന്ദ്രിയം കൂടെ ഉണ്ടായിരുന്നെങ്കിലോ? അല്ലെങ്കിൽ ഒരു അന്ധനെ സംബന്ധിച്ച് വാസിഷ്ഠം പറയും, അജ്ഞൻ എന്നും ദുഃഖം തന്നെയാണ് എപ്പോഴും. അന്ധനെ സംബന്ധിച്ച് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോഴും ഇരുട്ട്. അപ്പോൾ അതുപോലെ അപ്പം യാഥാർത്ഥ്യം എന്താണ് അവിടെ? ഇപ്പം നമ്മളൊരു പൂവ് കാണും, ഒരു പൂവ്, നമ്മൾ എന്താണ് അതിൻ്റെ കാണുന്ന? അപ്പം നമ്മൾ പറയണത് ഇത് റോസ് എന്ന് പറയാൻ കാരണം റോസാ പുഷ്പത്തിൻ്റെ ഇതളുകൾ, നിറം, മണം എല്ലാം നമുക്കറിയാം. അപ്പം നമ്മൾ ഈ പൂവായിട്ട് കാണുന്നത് ഇതിൻ്റെ ക്വാളിറ്റീസ്, ഗുണങ്ങളെയാണ് അല്ലേ? എന്താണ് ഈ പൂവായിട്ട് നിൽക്കുന്നത്? അല്ലേ? there is something behind it. അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. വാട്ട് ഈസ് ഇറ്റ്? അതാണ് ചോദ്യം. എന്താണ് ഈ പൂവായി നിൽക്കുന്നത്? ഞാനായി നിൽക്കുന്നത് എന്താ? ഈ പ്രപഞ്ചമായി നിൽക്കുന്നത് എന്താ? അപ്പം അപ്പം മായ എന്നുള്ള ഇത് ചേർത്ത് ഞാൻ പറഞ്ഞു. അത് മായ എന്നുള്ളത് വേദങ്ങളിലുണ്ട് ഈശ്വര ശക്തിയായിട്ട്. പക്ഷേ ഒരു വ്യത്യസ്ത അർത്ഥത്തിൽ ഉപയോഗിച്ചത് ശങ്കരാചാര്യ സ്വാമി. ഈ മായ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിചാരം. ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയപ്പം അന്നത്തെ VC എന്നോട് ചോദിച്ചു, ഭാരതത്തിൽ ഇന്ത്യൻ ഫിലോസഫിയിൽ മുൻപാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു VC, പ്രസിദ്ധനായ VC ആണ്, ഞാൻ പേര് പറയുന്നത്. അദ്ദേഹം ചോദിക്കും, ഇന്ത്യൻ ഫിലോസഫിയിൽ മായ ഒന്നുമില്ല, അതുകൊണ്ടല്ലേ നമ്മൾ പുരോഗതിയൊന്നും ഇല്ലാതെ പോയത്. മായ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്നുള്ള അർത്ഥമില്ല. യാ മാ സാ മായ, യാതൊന്നാണോ ഇങ്ങനെ അല്ലാത്തത്, ഇങ്ങനെ ഇല്ലാത്തതെന്ന്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ സകലതും ഉള്ളത് തന്നെ തത്വചിന്താഗ്രഹനിത് സർവവും ഏകമായി ഗ്രഹിക്കും. അകമുഖമായി അറിയായിൽ, അകത്തോട്ട് അറിയായിൽ മായയാം വൻ പക. ബാലകൃഷ്ണൻ നായർ സാറ് പറഞ്ഞ ആരും മായയെ ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല, വൻ പകയെന്ന്. പലതും ഭ്രമമേകിടുന്നു പാരം. അപ്പം ഇതൊന്നും നിഷേധിക്കുന്നില്ല, പക്ഷെ ഇതിനെ ഏകമായി ഗ്രഹിക്കും. ഇല്ലെങ്കിൽ ഈ മായ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം അതാണ് മായ. അപ്പം മായ, ബ്രഹ്മം, പ്രപഞ്ചം, മായ. അപ്പം ഈ മായ കാരണമായിട്ടാണ് പ്രപഞ്ചം കാണുന്നത്. അപ്പം മായ ബ്രഹ്മശക്തിയാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? ഒരു കാന്തം എന്ന് നമ്മൾ അതിനെ പറയാൻ കാരണം എന്താ? കാന്തശക്തി ഉള്ളതുകൊണ്ടല്ലേ. കാന്തശക്തി ഇല്ലെങ്കിൽ അത് കാന്തമാകുമോ? ഈ കാന്തത്തെയും കാന്തശക്തിയും ഉണ്ടാക്കാൻ പറ്റുമോ? അതാണ് ബ്രഹ്മവും ബ്രഹ്മശക്തി. നമ്മൾ ഒരു ഫയർമാൻ, അയാൾ ശക്തൻ എന്ന് പറയാൻ കാരണം എന്താണ്? ശക്തി ഉള്ളതുകൊണ്ടല്ലേ. ശക്തി ഉള്ളവനാണ് ശക്തൻ. അയാൾ കിടന്നുറങ്ങുക, ഒരു കൊച്ചു കുട്ടിക്ക് പോലും അയാളെ കൈ പൊക്കി ഉയർത്തിയിടും, ഉണർന്നു കഴിഞ്ഞാൽ. അതുപോലെ ബ്രഹ്മം തന്നിൽ തന്നെ ഈ ശക്തി ലയിച്ച് കിടക്കുമ്പോഴാണ് ആനന്ദവും ശാന്തിയും. ഇത് പ്രഭവിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ കാഴ്ച. ഈ ആദ്യം ചെയ്യുന്നത് ഈ സത്യത്തെ മറയ്ക്കും, കയറിലപ്പം, എന്നിട്ട് മറ്റ് കാഴ്ചകളുണ്ടാക്കും. അപ്പോൾ ഒരു വ്യക്തിയിൽ ഇത് അജ്ഞാനമായിട്ട്. അപ്പോൾ ഈ വ്യക്തിയിൽ ഈ അജ്ഞാനം നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ അനുഭവത്തിൽ ഇത് ഉണ്ട്. ഗാഠനിദ്രയിലാണ്. അപ്പം നമ്മുടെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. സുഷുപ്തിയിൽ സ്വപ്നം പോലും ഇല്ലാത്ത ഗാഠനിദ്രയിൽ ഒരു ഇരുണ്ട മറയല്ലേ, അതിൽ നിന്നല്ലേ നമ്മൾ ഉണർന്നു വരുന്നത്. ഉണർന്നു വരുമ്പോൾ നമ്മൾ എന്ത് പറയും? സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല.
ഈ സുഖം എന്നുള്ളത് ആത്മസുഖമാണ്. നമ്മൾ അതിനോടടുത്തെത്തി, പക്ഷെ നമുക്ക് പൂർണ്ണമായി അറിയാൻ കഴിഞ്ഞില്ല ഈ അജ്ഞാനമറ. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഈ അജ്ഞാനത്തിൻ്റെ തെളിവാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് പിന്നിൽ ഇത് ഇരുണ്ട മറയാണ്, പക്ഷെ പ്രപഞ്ചത്തിനാകമാനം പിന്നിൽ ഈ മായയ്ക്ക് സുവർണ നിറമെന്നാണ് ഋഷീശ്വരന്മാർ പറയുന്നത്. ഈ ഒരു വ്യത്യാസമായ അജ്ഞാനവും തമ്മിലുണ്ട്. കോസ്മിക്കായിട്ട് എടുക്കുമ്പോഴും മനസ്സിലായല്ലോ, ആകമാനം എടുക്കുമ്പോഴും വ്യക്തിപരം, വ്യഷ്ടിയിലും സമഷ്ടിയിലും പിന്നിൽ മായ തന്നെയാണ്. പക്ഷെ വ്യക്തിയിൽ ഇത് അനുഭവപ്പെടുന്നത് അജ്ഞാനം. അജ്ഞാനത്തെ മാറ്റാം, മായയെ ജയിക്കാൻ കഴിയും. മമ മായ ദുരത്യ ഭഗവാൻ ഭഗവത്ഗീത. ജയിക്കാൻ പ്രയാസം, ഭഗവാനെ ആശ്രയിക്കുക, അത് മാത്രമേ ഉള്ളൂ വഴി. അപ്പം ഇതാണ് അതിൻ്റെ മായ എന്നുള്ള. ഇനി ഈ ജീവൻ എന്ന് പറയുന്നത് സൂര്യൻ പല കുടത്തിലും പാത്രത്തിലും വെള്ളം വെച്ചിരിക്കുന്നു, ഇതിലെല്ലാം പ്രതിബിംബിക്കുന്നു. യഥാർത്ഥ സൂര്യൻ അവിടെ നിൽക്കുകയാണ്, ഈ പാത്രത്തിലൊക്കെ പ്രതിബിംബ സൂര്യൻ. ഇതാണ് ജീവൻ. അപ്പോൾ ഈ മായയിൽ നേരത്തെ പറഞ്ഞു സത്വം രജസ് തമസ്, ഈ 3 ഗുണങ്ങൾ പല രീതിയിൽ ഇതിൻ്റെ സമനില നഷ്ടപ്പെടുന്നു. അതിലെല്ലാം ഈ ആത്മപ്രകാശം തട്ടി പലതരം ജീവൻ. അതാണ് പുരുഷാസാർ മെനി എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവന്മാർ അനേകം, അതിൽ പുരുഷോത്തമനാണ് ഭഗവാൻ. അതാണ് ആത്യന്തിക സത്യം, ബ്രഹ്മം. അത് ഓരോന്നിലും ഓരോ വാക്കിൽ പറയും. അപ്പോൾ സാഖ്യയോഗത്തിൽ പറയുന്നത് ഇത് സത്കാര്യവാദം എന്നാണ്, തിയറി ഓഫ് ഇവല്യൂഷൻ. അതായത് ഈ വിത്തിൽ നേരത്തെ വൃക്ഷമുണ്ട്, ഈ ആൽമരം മുഴുവനും വിത്തിലുണ്ട്. സത്ത് എക്സിസ്റ്റ് ചെയ്തു, സത്ത് എന്ന് വെച്ചാൽ എക്സിസ്റ്റൻസ്, ഉണ്ടായത് നേരത്തെ ഉണ്ട്. അത് സത്കാര്യവാദം. അത് ബ്രഹ്മ പരിണാമവാദം എന്നാണ്. അതായത് ഈ വിത്ത് പരിണമിച്ച് വൃക്ഷമാകും. പക്ഷേ അടുത്ത വൈശേഷികന്മാർ, ന്യായ വൈശേഷികൻ എടുക്കുമ്പോൾ അവർ പരമാണുക്കളെ കുറിച്ച് പഠിച്ചവരാണ്. വൈശേഷികൻ കണാദൻ എന്നാണ് അതിൻ്റെ ഉപജ്ഞാത. അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. അദ്ദേഹം കണങ്ങളെ പഠിച്ചതുകൊണ്ട് കണങ്ങളെ ഭക്ഷിക്കുന്നവൻ, ആദിക്കുന്നവൻ എന്നുള്ള വിളിപ്പേരാണ് കണാദൻ. അവരുടെ അസത്കാര്യവാദം. അവർ പറയുന്നത് ക്രിയേഷൻ ഈസ് സംതിങ് ന്യൂ. നേരത്തെ കാരണത്തിൽ ഈ കാര്യമില്ല. മണ്ണിൽ കുടമില്ല, കുടം പുതിയതായിട്ടുണ്ടായി. ഇങ്ങനെ പല തിയറി ഓഫ്, മനസ്സിലായില്ലേ, എവല്യൂഷൻ പലതാണ്. ബൗദ്ധന്മാർ പറയുന്നത് ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ, അതായത് പ്രതീത്യ സമുത്പാദം. അതായത് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അക്ബർ ചക്രവർത്തി ഒരു വര ചുവരിലിട്ടിട്ട് പറഞ്ഞ് ഇതിനെ ചെറുതാക്കണം, ഇതിനെ തുടരുതെന്ന്. ആർക്കും സാധിച്ച. ബീർബൽ അതിനടുത്തൊരു വലിയ വരയിട്ട്. അപ്പം വലുതെന്ന് പറയണമെങ്കിൽ ചെറുത് വേണം, ചെറുതെന്ന് പറയണമെങ്കിൽ വലുത് വേണം, അല്ലേ? നന്മയെന്ന് പറയണമെങ്കിൽ തിന്മ വേണം, തിന്മയെന്ന് പറയണമെങ്കിൽ സുഖമെന്ന് പറയണമെങ്കിൽ ദുഃഖം വേണം. ഇങ്ങനെ ഈ ദ്വന്ദ്വങ്ങൾ തമ്മിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത്. ഡിപ്പെൻഡൻ്റ് ഒറിജിനേഷൻ, പരസ്പര പ്രതീത്യ സമുത്പാദം. അദ്വൈത വേദാന്തം പറയുന്നത്, തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് ബ്രഹ്മവിവർത്തവാദം. ആ വിവർത്തം എന്തെന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശത്തിൽ, വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും വെളിമുതലായ വിഭൂതി 5 മോർത്താൽ, ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലിയതുപോലെ അഭേദമായി വരേണം. അതായത് കടലും തിരകൾ, ജലനിധി തിര വെള്ളം തന്നെയല്ലേ, പക്ഷെ തിര ഒരു പ്രത്യേക രൂപമല്ലേ. ഇങ്ങനെ ഇതാണ് വിവർത്തം. പിന്നെ കയറും പാമ്പും, അത് അധ്യാരോപമാണ്, അതും വിവർത്തമായിട്ടെടുക്കും. യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടായ പ്രതീതിയുണ്ട്. അതാണ് ബ്രഹ്മവിവർത്തവാദം. അതാണ് അദ്വൈത വേദാന്തത്തെ സംബന്ധിച്ച് ജഗത്ത് എന്ന് പറയുന്നത്. വേൾഡ് ഈസ് ആൻ ഇല്യൂസറി അപ്പിയറൻസ്, ഒരു വിവർത്തമാണ്, ഒരു അധ്യാരോപമാണ്. ബ്രഹ്മത്തിൽ, ബോധത്തിൽ സംഭവിക്കുന്ന ഒരു അയഥാർത്ഥ കാഴ്ചയാണ്, ഒരു അനുഭവമാണ് പ്രപഞ്ചം. അപ്പോൾ സത്യം, അപ്പോൾ ഇത് അജ്ഞാന നിമിത്തമാണ് ഉണ്ടാകുന്നത്. അതിനെന്ത് ചെയ്യണം? ജ്ഞാനം ഉൾക്കൊള്ളണം. നമ്മൾ ഈ കയറും പാമ്പും പറഞ്ഞല്ലോ, തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. പാമ്പിനെ കണ്ടിട്ടാണ് കയറെന്ന് തെറ്റിദ്ധരിച്ച എന്ത് സംഭവിക്കും? അത്രയും ആപത്തതുകൊണ്ട്. അവിടെ 2 രീതിയിലാണ് ഈ അധ്യാരോപം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസിഷൻ. ഇത് 2 രീതിയിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ കയറിൽ പാമ്പിനെ ആരോപിച്ചു. അപ്പം ഈ കാണുന്ന, അപ്പം പാമ്പിനെ കാണുകയാണ് ഒരാൾ. ഇതിൻ്റെ നീളവും വണ്ണവും എന്തിൻ്റേതാണ്? എന്തിൻ്റെ നീളവും വണ്ണവും? കയറിൻ്റെതാണ്. അപ്പം കയറിൻ്റെ നീളവും വണ്ണവും പാമ്പിൽ ആരോപിച്ചു. പാമ്പിൻ്റെ ഒരു ഡിസൈനൊക്കെ ഉണ്ടല്ലോ, രൂപം, അതെന്തിലാരോപിച്ചു? കയറിൽ ആരോപിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ നമ്മുടെ ആത്മാവ്, ബ്രഹ്മം അല്ലെ ആത്മാവിൻ്റെ ഗുണമാണ് എന്ത്? ആനന്ദം. നമ്മളത് ശരീരത്തിൽ ആരോപിക്കും. എനിക്ക് ആ ആളുമായിട്ട് കൂട്ടും, അല്ലെ ആ വസ്തു കിട്ടിയാലേ സന്തോഷമുള്ളൂ, ആനന്ദം.
ഇനി ശരീരത്തിന്റെ ഗുണമാണ് എന്ത്? നശിക്കും. ഒന്ന് രോഗം, ഇതൊക്കെ ശരീരത്തിന്. അത് നമ്മൾ എനിക്കാണ് വരുന്നത്, ആത്മാവിനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്പർ മോസ്. ഇതാണ് ജീവന്റെ ഒരു നിലനിൽപ്പ്. അപ്പോൾ ജീവൻ ബ്രഹ്മത്തിന്റെ പ്രതിബിംബം, ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ. ഗുരുവിന്റെ ആത്മവിലാസം എന്നൊരു കൃതിയിൽ കണ്ണാടിയിൽ ഞാൻ എൻ്റെ മുഖം കാണുന്നു, അല്ലേ? പ്രതിബിംബം കാണുന്നു. ആ പ്രതിബിംബം കാണുന്നത് കണ്ണാണ്. കണ്ണിനെ കാണുന്നു, കണ്ണിന് മനസ്സ് കാണും. എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനത്തിൽ അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിടുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവ് ആനന്ദമെന്തു ഹരിനാരായണൻ. അതായത് ഈ സൂര്യപ്രകാശം, ചന്ദ്രൻ, ഈ ലൈറ്റ്, ഇതെല്ലാം കാണുന്ന, ഈ വെളിച്ചമൊക്കെ കാണുന്നത് കണ്ണാണ്. നമ്മൾ കണ്ണ് തുറന്നിരിക്കുകയാണ്, വീടിൻ്റെ മുമ്പിൽ ഒരാളിരിക്കുന്നു. നമ്മുടെ ഒരു ബന്ധു വന്നപ്പം നമ്മളെ 2-3 തവണ വിളിച്ച് കയ്യെ കാണിച്ച് നമ്മൾ എന്തോ ചിന്തയിലാണ്. അയാൾ അകത്ത് കയറി. കുറച്ച് കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നു, ഇവിടെ നീ എപ്പോൾ പോയി അകത്ത്? ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നല്ലേ. നിന്നെ ഞാൻ എത്രയോ പ്രാവശ്യം വിളിച്ച്. അപ്പം കണ്ണ് തുറന്നിരുന്നാലും പിന്നിൽ മനസ്സ് അവിടെ ഉണ്ടെങ്കിലേ കാണുള്ളൂ. കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ്. അപ്പം ആരുടെ മനസ്സ്? എൻ്റെ മനസ്സ്, ബോധത്തിൻ്റെ മനസ്സ്, മനസ്സ്, ആത്മാവിൻ്റെ. എൻ്റെ മനസ്സെന്നല്ലേ, എൻ്റെ ഉപകരണം. ആ മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിടുന്ന പൊരുൾ, അതാണ് ഈ ബ്രഹ്മ, ബോധം, ആത്മാ. അത് ഞാൻ തന്നെയാണ് എന്ന് ഉറയ്ക്കുമ്പോഴാണ് ഞാൻ. അപ്പൊ ഇതാണ് അദ്വൈത വേദാന്തത്തിൽ. ഇത് രണ്ടല്ല, ഈ സർവം. അപ്പൊ പ്രപഞ്ചം പിന്നെ എന്താ? പിന്നെ ഈ പ്രപഞ്ചമായി കാണുന്നത് ബ്രഹ്മം തന്നെയാണ്. ഈ പ്രപഞ്ചം എന്തെല്ലാം കാണുന്നു സർവം. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്ന് അതൊക്കെ ഹരിനാരായണം. ഇതാണ് അദ്വൈത വേദാന്തത്തിൻ്റെ പ്രായോഗികം. ഇത് ഹരിനാമ കീർത്തനത്തിലാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ ബാലകൃഷ്ണൻ സാറിനോട് ചോദിച്ച, സാറേ, ഈ യാതൊന്ന് ചെയ്വതത് നാരായണ അർച്ചനകൾ. അപ്പോൾ ഒരു എന്ത് കണ്ടാലും നാരായണ. ഒരു പട്ടി നമ്മളെ കടിക്കാമോ? എന്ത്? അത് നാരായണൻ. ഇതാ ഒരു കല്ലെടുത്ത് നാരായണ പൂജ. യാതൊന്നും ചെയ്വതത് നാരായണ അർച്ചന. ആർക്കും അതിന് വൈഷമ്യമില്ല, നമുക്ക് കടി കിട്ടുകയും. ഇതാണ് ബാലകൃഷ്ണൻ സാറൻ പ്രായോഗികമായ. അപ്പം അദ്വൈതത്തിലെ ഈ 4 കാര്യങ്ങളും വ്യക്തമായല്ലോ. ഇനി വിവരിക്കേണ്ട ആവശ്യം ഒരു പ്രാഥമികമായ ഒരു വിവരണം. രാജേഷ്, നേരത്തെ സൂചിപ്പിച്ച ഷഡ്ദർശനങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് കുറച്ചും കൂടി വിശദീകരിച്ച് പറയാമോ? തീർച്ചയായിട്ടും. ഷഡ്ദർശനങ്ങൾ എന്ന് പറയുന്നത് അത് 6 സിസ്റ്റംസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്നാണ് അത് അറിയപ്പെടുന്നത്. 6 ദർശനങ്ങൾ. അപ്പം ഇതിനെക്കുറിച്ച് മുമ്പൊരു നമ്മുടെ ഭാഷാപിതാവ് എഴുത്തച്ഛൻ, അദ്ദേഹം ചക്കാല സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തോട് ഒരിക്കൽ സവർണർ, അതായത് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ചിലർ ആക്ഷേപിച്ച് ചോദിച്ചു, എത്ര ആടും എന്ന്, ചക്കിലാട്ട്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, 4ഉം 6ഉം ആടും. 4 വേദങ്ങളും 6 ദർശനം, അതാണ് ഷഡ്ദർശനം. അങ്ങനെ പറയുമ്പോഴായിരിക്കും മലയാളികൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അത് സാങ്ഖ്യയോഗം, ന്യായവൈശേഷികം, അങ്ങനെ ഒരുമിച്ച്. അതായത് സാങ്ഖ്യം ഒന്നാണ്. അത് ഭഗവത്ഗീതയിലെ സാങ്ഖ്യയോഗം അല്ല. അതിൽ ബുദ്ധിയോഗത്തെയാണ് ഭഗവത്ഗീതയിൽ സാങ്ഖ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് സാങ്ഖ്യം, യോഗം, പതഞ്ജലി മഹർഷിയുടെ യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ. ഞാൻ ഇതിനെക്കുറിച്ചത് ചുരുക്കി പറയാം, അതിനെ സാധിക്കും. അതിൽ സാങ്ഖ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തത്വങ്ങളെ എണ്ണിപ്പറഞ്ഞു. അതായത് പ്രകൃതിയിൽ നിന്നാണ് ആദ്യ മഹാനാത്മ, അഹങ്കാരം, മനസ്സ്, അവിടെ നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങളും അപ്പോൾ എണ്ണുകയാണ്. കർമ്മേന്ദ്രിയങ്ങളും 5 മഹാഭൂതങ്ങൾ, 5 തന്മാത്രകൾ. അപ്പം ഇങ്ങനെയാണ് പ്രപഞ്ചം പരിണമിച്ചത്. അപ്പം ഇതിലെ 16 തത്വങ്ങൾ എത്ര വേണമെങ്കിലും ആകാം. 8 എണ്ണം ബേസിക്കാണ്, ആദ്യത്തെ 8 എണ്ണം. അത് രണ്ടും ചേർത്താണ് ശ്രീകൃഷ്ണ ഭഗവാന് 16,008 ഭാര്യമാർ, 24 തത്വങ്ങൾ. പുരുഷനും കൂടെ ചേരുമ്പോൾ 25. ഇപ്പോൾ അത് വ്യക്തമായല്ലോ. ഇതൊന്നും ഒരു പിടിയുമില്ലാതെ ശ്രീകൃഷ്ണ 16,008 ഭാര്യമാർ. അപ്പോൾ ഈ സാങ്ഖ്യ കപില മഹർഷിയാണ് ഇതിൻ്റെ ആചാര്യൻ. അപ്പോൾ ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ പുരുഷാസാർ മെനി എന്നാണ് പറയുന്നത്, ജീവാത്മാക്കൾ എന്ന്. പ്രകൃതി എന്ന് പറയുന്ന ഒന്നാണ്.
അതിൽ ഈ പറഞ്ഞ പോലെ സത്വം രജസ് തമസ് ഇത് ആരംഭത്തിന് മുമ്പ്, സൃഷ്ടിയുടെ ആരംഭത്തിന് മുമ്പ് ഇതൊരു സമനിലയിലായിരുന്നു. ഒരു പുരുഷൻ്റെ സാന്നിധ്യത്തിൽ ഇതിന് സമനില തെറ്റുകയും ഇത് ഓരോ സത്വഗുണം അധികരിക്കും, അങ്ങനെ ഓരോ ദ്രവ്യങ്ങളും ഈ പറഞ്ഞ മഹാഭൂതങ്ങളും തന്മാത്രകളും എല്ലാം ഉണ്ടായി ഈ പ്രപഞ്ചം രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തത്വത്തിൻ്റെ, അപ്പോൾ ഇതാണ് സാംഖ്യ തിയറി എന്ന് പറയും. അപ്പോൾ ഈ തത്വത്തിൻ്റെ ഇതിൽ മോക്ഷത്തിന് പറയുന്നത് കൈവല്യം എന്നുള്ള പേരാണ്. ഇതിൻ്റെ ഈ സാംഖ്യത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡായിട്ടാണ് യോഗം വരുന്നത്. ഞാനിത് സാംഖ്യം ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ചുരുക്കിയാണ് സാംഖ്യം പറഞ്ഞത്. അപ്പോൾ ഇത് പ്ലൂറലിസ്റ്റിക്കാണ്, കാരണം റിയാലിറ്റീസ് ആർ മെനി, പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്പിരിച്വലിസ്റ്റിക്കാണ്, കാര്യം ഇതിൽ പുരുഷ എന്ന് പറയുന്നത് സ്പിരിച്വൽ ഇൻ നേച്ചറാണ്. അപ്പോൾ പ്ലൂറലിസ്റ്റിക്കാണ്, സ്പിരിച്വലിസ്റ്റിക്കാണ്. അപ്പോൾ യോഗത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പതഞ്ജലി മഹർഷിയുടെ യോഗം. അപ്പോൾ യോഗത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സാംഖ്യത്തെ കൂടുതൽ വിവരിച്ചു, യോഗം പറഞ്ഞില്ല. യോഗത്തെക്കുറിച്ചൊന്ന് പറയേണ്ടതുണ്ട്. ഇന്ന് ഏറ്റവും ഉപയോഗിക്കുകയും ഏറ്റവും ദുരുപയോഗം ചെയ്യുന്ന ഒരു വാക്കാണ് യോഗം. നമ്മുടെ കുട്ടിക്കാലത്ത് യോഗാഭ്യാസം എന്നാണ് കേട്ടിട്ടുള്ളത്. അത് ദുരുപയോഗം എന്ന് പറഞ്ഞാൽ ചില എക്സസൈസുകൾ എടുത്തിട്ട് ഇന്ന് യോഗ എന്ന് പറഞ്ഞ് വലിയ ബോർഡുകളും ഇതൊക്കെ വെച്ച് പ്രസിദ്ധീകരണങ്ങളിലൂടെ യൂട്യൂബിലൂടെ ഇതിങ്ങനെ പ്രചരിപ്പിച്ച് വൻ തുകകൾ വാങ്ങിയാണിത്. അപ്പം എന്താണ് ഈ പതഞ്ജലി മഹർഷിയുടെ യോഗം എന്നുള്ളത് നമ്മുടെ ഈ പ്രേക്ഷകരും എല്ലാവരും മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ യോഗം 2 രീതിയിലുണ്ട്. ഹഠയോഗവും ഉണ്ട്, രാജയോഗം എന്നും ഉണ്ട്. അപ്പോൾ അതിൽ ഹഠയോഗത്തിൽ ശാരീരികമായ കാര്യം ശക്തിപ്പെടുത്തുക, ആധ്യാത്മികമായ ശക്തിപ്പെടുത്തലുമുണ്ട്. അതിലൊക്കെ ഉൾപ്പെടുന്ന, അതിലെ ആഹാരകാര്യം എല്ലാം വരും. കായകൽപ്പ ചികിത്സ, കായകൽപ്പത്തിലൊക്കെ എന്ന് വെച്ചാൽ ഇത്ര വർഷം കഴിയുമ്പോൾ ഈ ശരീരം തന്നെ പുനർനിർമ്മിക്കും. അപ്പം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചട്ടമ്പി സ്വാമികളൊക്കെ കുടലൊക്കെ പുറത്തെടുത്ത് കഴുകുമെന്നാണ്. നമ്മുടെ പ്രഭാകര സിദ്ധയോഗികളാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഇതിലൊക്കെ ഹഠയോഗത്തിൽ. അദ്ദേഹം 700ഓളം വയസ്സിനപ്പുറവും ജീവിച്ചിരുന്നു. 3ഓ 4ഓ സമാധി പത്രത്തിൽ തന്നെ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വരും. പക്ഷേ സ്വാമി വിവേകാനന്ദൻ ഇത്തരം, അതായത് എത്ര വർഷം, 3000ഓ 4000ഓ വർഷം വേണമെങ്കിലും ഒരു ഹഠയോഗിക്ക്. നമ്മൾ ഇത് പരമഹംസ യോഗാനന്ദൻ്റെ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ശ്രീഗുരു അല്ലേ, നാഗരാജ് എന്ന് പറയുന്ന, അതിൽ പറയുന്ന പേര് വേറെയാണ് അല്ലേ, ബാബാജി ഒക്കെ വർഷം. അത് ഈ ഹഠയോഗത്തിലൂടെയാണ്. അത് തമിഴ്നാട്ടിൽ നിന്നാണ് പോയിരിക്കുന്നത് ഈ നാഗരാജ്. അപ്പോൾ അവരൊക്കെ ഇത് ഉപയോഗിച്ച് ഈ ശരീരം പുനർനിർമ്മിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ സ്വാമി വിവേകാനന്ദ ഒരു ചോദ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചല്ല, ഈ പൊതുവെ ഇങ്ങനെ യോഗികൾ ഒരാൾ വർഷം 3000 വർഷം നിൽക്കും. എന്താ പ്രയോജനം? കുറച്ച് പേർക്ക് തണൽ കിട്ടും, അങ്ങനെ നിൽക്കാനേ പറ്റൂ. നേരെ മറിച്ച് 32 വയസ്സ് വരെ ജീവിച്ചാലും ജ്ഞാനിയാണ്. അതാണ് ബാലകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ, ജ്ഞാനിയാണോ, യോഗിയാണോ സന്യാസിയാണോ എന്നുള്ളതല്ല, അത് ഗൃഹസ്ഥനാണോ എന്നുള്ളതൊന്നും അല്ല. ഈ സത്യമറിയാം. എത്ര വർഷം ജീവിച്ചാലും ഒരു ഖഡ്വാങ്കൻ 1/2 നിമിഷം കൊണ്ടാണ് മോക്ഷം കിട്ടിയത്. അപ്പം 1/2 നിമിഷം മതി ഇത് തെളിയാനായിട്ട്. അതാണ് അതിൻ്റെ കാര്യം. അവിടെ നിന്ന് നമ്മൾ പതഞ്ജലി മഹർഷിയുടെ രാജയോഗം, അത് ഒരു യോഗ പുസ്തകത്തിൽ ഗുരു നിത്യചൈതന്യ എഴുതിയിരുന്നു. ഇംഗ്ലീഷുകാർ അത് കിങ് ഓഫ് യോഗ എന്ന് സ്വാമി വിവേകാനന്ദനാണ് വിശേഷിപ്പിച്ചത്. അതിന് ശേഷമാണ് രാജയോഗം എന്ന് പേര് വന്നത്. പക്ഷേ എനിക്കതങ്ങനെ തോന്നുന്നില്ല. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ ജനനി നവരത്ന മഞ്ജരിയിൽ ഹേ രാജയോഗ ജനനി എന്ന് പ്രയോഗമുണ്ട്. ഗുരു എന്തായാലും ഇംഗ്ലീഷ് സ്പീച്ച് കേട്ടിട്ടല്ല എഴുതിയത്. രാജയോഗം എന്ന് മുൻപേ ഉള്ള ഒരു പ്രയോഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് പതഞ്ജലി മഹർഷി ഈ രാജയോഗമാണ് അഷ്ടാംഗയോഗം എന്ന് അറിയപ്പെടുന്നു പതഞ്ജലി മഹർഷിയുടെ. ഇതിൽ ഉള്ള ആസനങ്ങളും പ്രാണായാമമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഇന്ന് ഹഠയോഗമൊക്കെ ഒരു ഗുരു ശിഷ്യന് നേരിട്ട് പഠിപ്പിക്കുന്ന, മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇന്ന് മാർക്കറ്റ് ചെയ്യുന്ന യോഗ ഇതിൽ. പക്ഷേ അതിന് ഗുണവും ദോഷങ്ങളുമുണ്ട്. അതാണ് ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ, അപ്പോൾ 8 പടികൾ ഇതിനുണ്ട്, 8 സ്റ്റെപ്സ്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി. ഇതിൽ യമ നിയമങ്ങൾ കഴിഞ്ഞാണ് ആസനവും പ്രാണായാമവും വരുന്നത്.
യമനിയമങ്ങൾ അഭ്യസിച്ച് ഉറയ്ക്കാത്തവൻ ഇത് ചെയ്യരുത്. ഏത് ആസനവും പ്രാണായാമവും. ഇന്ന് ആദ്യമേ ആസനവും അതിനു മുമ്പേ പ്രാണായാമവും, ഇത് ദോഷം. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രാണൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഈക്വലായിട്ടുള്ള സമാനമായ, ഇത് സംസ്കൃത പദമാണല്ലോ, ഇംഗ്ലീഷ് എനർജിയാണ്. ഇത് തീ കൊണ്ടുള്ള ഒരു കളിയാണ്. അത് ഇനി മനസ്സിലാക്കണം. അപ്പം നമ്മൾക്കിത് നോക്കാം. യമം എന്ന് പറയുന്നത് 5 നിഷേധങ്ങളാണ്, 5 കാര്യം ചെയ്യരുത്. അത് അഹിംസ, അത് ഹിംസ പാടില്ല, സത്യ, കള്ളം പറയരുത്, കള്ളം ചെയ്യരുത്. അപ്പോൾ അഹിംസ, സത്യം, അഹിംസ, അസ്തേയ. അസ്തേയ എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാത്ത ഈ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആഗ്രഹിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. മറ്റേ നമുക്ക് വന്നു ചേരുന്നത് ചെയ്യുക. അസ്തേയ. ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഭോഗിയായി മാറുക. അപരിഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പം അന്യൻ്റെ സ്വത്ത്, അന്യൻ്റെ ഭാര്യയെ മോഷ്ടിക്കുക, ഇതൊന്നും ചെയ്യരുത്. അപ്പോൾ ഈ 5 ചെയ്യരുത് നെഗറ്റീവ് കമാൻഡ്മെൻറ്റ്സ്. ഇത് 5. ഇനി പോസിറ്റീവായിട്ട് നിയമം 5. ശൗചം, ശുചിയായിരിക്കണം. സന്തോഷം, ഈ ഒരു യോഗി എപ്പോഴും സന്തോഷവാനായിരിക്കണം. തപസ്. തപസ് എന്ന് വെച്ചാൽ ഈ തപം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചൂടെന്നാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഈ തപസ് ചെയ്യുന്ന ആൾക്കുള്ളിൽ ചൂട്, ഒരു സാധാരണ വ്യക്തിയൊക്കെ ചെയ്താൽ പോലും എരിഞ്ഞു പോകുന്നതാണ്. പണ്ട് പഞ്ചാഗ്നി മധ്യേ തപസ്. ഈ ഗുരുവിൻ്റെ ഒരു ഗൃഹസ്ഥ ശിഷ്യൻ ഭാർഗവൻ വൈദ്യൻ ഇവിടെ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞത്, ഈ ഭാർഗവ വൈദ്യർ 100 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആളാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ട് അദ്ദേഹം. അതായത് ഗുരുവിനോടൊപ്പം ഒരിക്കൽ മുറിയിലുണ്ടായിരുന്നപ്പോൾ ഗുരുവിൻ്റെ കട്ടിലിൻ്റെ അടിയിലാണ് ഇദ്ദേഹം കിടക്കുന്നത്. ഗുരു രാത്രിയൊക്കെ കട്ടിലിരുന്ന് ധ്യാനിക്കും. ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോൾ അതിയായ ചൂട് അനുഭവപ്പെട്ട് ഉരുകിപ്പോകുന്നു തോന്നുന്നു വൈദ്യരിങ്ങ്. കുട്ടിയാണ്. അപ്പോൾ ഗുരു ഇരുന്നത് അപ്പം മനസ്സിലായി ധ്യാനം, അതാണ് തപസ്. അപ്പോൾ തപസ് വേണം ഒരു യോഗി. പിന്നെ വരുന്നത് ഈശ്വര പ്രണിധാനം, ഈശ്വര വിശ്വാസം വേണം. 5-മതായിട്ട് വരുന്നത് സ്വാധ്യായം. ഇതെന്തെല്ലാം കേട്ടാലും അറിഞ്ഞാലും ഇത് സ്വയം അഭ്യസിക്കണം, സ്വയം വിലയിരുത്തി അഭ്യസിക്കണം. അതാണ് സ്വാധ്യായം. ഇതാണ് പോസിറ്റീവായിട്ട് ചെയ്യേണ്ട. ഇത് പോസിറ്റീവ് 5 കമാൻഡ്മെൻറ്റ്സ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ചേർത്ത് 10 കമാൻഡ്മെൻറ്റ്സ് ഓഫ് യോഗ എന്നാണ്. യോഗയുടെ 10 കമാൻഡ്മെൻറ്റ്സ് ആണ് യമ നിയമം. ഇത് ഒരു വിധം ചെയ്ത് വരുന്നയാൾ ഇപ്പം സത്യമേ പറയൂ എന്ന് 12 വർഷം ഒരാൾ ആ വ്രതം ആചരിച്ചാൽ അയാൾ പറയുന്നത് സത്യമായി തീരും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ അത്രയും സ്ട്രിക്റ്റ് അല്ലെങ്കിൽ പോലും നമ്മൾ ഇത് ആചരിക്കണം. ആത്മാർത്ഥമായിട്ട് ആചരിച്ച് വന്നാൽ അയാൾക്ക് ആസനത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആസനം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് ആസനങ്ങളുണ്ട്. പത്മാസനം അല്ലേ, വജ്രാസനം, എല്ലാ. അതിൽ ഒരാൾക്ക് ഒരു 3 മണിക്കൂർ സുഖമായിരിക്കാൻ, ഇപ്പോൾ ഒരാൾ ഇരിക്കുന്ന ആസനമായിരിക്കില്ല, അതിനെ സുഖാസനം എന്നാണ് പറയുന്നത്. ഒരാൾക്ക് പത്മാസനമായിരിക്കും കംഫർട്ടായിട്ട്. അയാൾക്കൊരു അസ്വസ്ഥതയില്ലാതെ 3 മണിക്കൂർ ഇരിക്കും. അപ്പോൾ അയാൾക്ക് ആസനം ഉറച്ചു. എന്ന് വെച്ചാൽ അതെന്തിനു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സും ശരീരവും ഓടി നടക്കുക. ഇപ്പം നമ്മൾ ഒരിടത്ത് വീട്ടിൽ തന്നെ നമ്മൾ സ്വസ്ഥമായിരുന്നു, അവിടെ നമ്മൾ എന്ത് ചെയ്യും, ടി വി ഒന്ന് വയ്ക്കും, പത്രം കയ്യിലെടുക്കും, എന്നിട്ട് പത്രവും എടുക്കും, ടി വിയും വയ്ക്കും, ചാനൽ മാറ്റിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ മനസ്സിങ്ങനെ അതിനെ ഒന്ന് ഇരുത്താനാണ്. ആദ്യം ശരീരം ഇരിക്കും. ശരീരമാണ് ഇതിൻ്റെ ഗ്രോസായിട്ട് സ്ഥൂലം, എങ്കിലേ പിന്നെ സൂക്ഷ്മത്തിൽ പോകാം. ആസനം ഉറച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് പരിശീലിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. അപ്പം നമ്മൾ പറയും ഒരിടത്ത് ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, രമണ മഹർഷി പറയും ചുമ്മാ, അത് ഒരു കർമ്മമാണ്. കുറേ നേരം ഇരിക്കുമ്പോൾ ഒക്കെ വേദനിക്കും. കാര്യം എന്താണ്, അത് കർമ്മം ആയതുകൊണ്ടാണ് അസ്വസ്ഥമാകും. അത് കഴിഞ്ഞാൽ പ്രാണായാമം. നേരത്തെ പറഞ്ഞു പ്രാണൻ എനർജിയാണ്. ഇതിനെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ബ്രീത്ത് എക്സസൈസ് എന്നും ബ്രീത്ത് കൺട്രോൾ എന്നും. അങ്ങനെ അല്ല, പ്രാണനെയാണ്, നമ്മുടെ ഉള്ളിലെ എനർജിയാണ് കൺട്രോൾ ആയാമം ചെയ്യുന്നത്. പിന്നെ ഇതെങ്ങനെ ബ്രീത്തുമായി ബന്ധപ്പെട്ടു. അപ്പം നമുക്കറിയാം, ഇപ്പോൾ സ്വാമി രാമതീർത്ഥൻ ഒരാൾ വന്നപ്പോൾ ചോദിച്ചു, ഉച്ചയ്ക്കാണ് വന്നത്, നിങ്ങൾ ഇന്ന് എന്തൊക്കെ ചെയ്തു? അത് ഞാൻ രാവിലെ എഴുന്നേറ്റു, ശൗചകർമ്മങ്ങളൊക്കെ ചെയ്തു, കുളി കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, അമ്പലത്തിൽ പോയി, കുറേ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ഞാൻ പഠിക്കാൻ പോയി, അതൊക്കെ കഴിഞ്ഞു വരും. വേറെ ഒന്നും ചെയ്തില്ല. നിങ്ങളുടെ ഹൃദയം എത്ര നേരം സ്പന്ദിച്ചു, അത് കർമ്മമല്ലേ എന്ന്. നിങ്ങളുടെ ശ്വാസകോശം എത്ര നേരം വികസിക്കുകയും ചുരുങ്ങി, അത് കർമ്മമാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത കർമ്മമല്ലേ.
അപ്പോൾ ഇദ്ദേഹം വോളണ്ടറി ആക്ഷൻസ് അല്ലേ, നമ്മൾ മാത്രമാണ് കർമ്മമായിട്ട്. അപ്പോൾ ഈ കർമ്മം ചെയ്യുന്നതാര്? നമ്മുടെ ഹൃദയം സ്പന്ദിക്കുമ്പോൾ ഒരു എനർജി വേണം, ഊർജം. നമ്മുടെ ശ്വാസകോശം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ഊർജ്ജമുണ്ട്. അത് നമ്മളെ കൺട്രോളിലല്ല പക്ഷെ, അല്ലേ, ഊർജം. പക്ഷെ നമ്മുടെ ഊർജ്ജമാണ്, അല്ലേ, നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജമാണ്. അപ്പോൾ അതിനെ നമ്മൾ നമ്മുടെ വശപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ആയാമം കൺട്രോളിൽ കൊണ്ടുവരണം. അതിനെ നേരിട്ട് പ്രാപിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഫലമായി വരുന്ന ശ്വാസം നമുക്കുണ്ട്. ഈ കച്ചിത്തുരുമ്പിൽ പിടിച്ച് കയറുമെന്ന്, അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ബ്രീത്തിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ എനർജിയാണ്, അതാണ് പ്രാണായാമം. അപ്പം ബ്രീത്തിൽ പിടിക്കുകയാണ്. അപ്പം നമ്മൾ പറയാണ്, ഇപ്പം പൂരകം ഇത്ര സമയം കൊണ്ട് നിറച്ചു, കുംഭകം ഇത്ര സമയം സെക്കൻഡ് വെച്ചു, രേചകം. അപ്പം ഇതൊക്കെ തെറ്റിപ്പോയ നാഡികൾ വരെ പൊട്ടിപ്പോകും, ഞരമ്പുകൾ വരെ പൊട്ടിപ്പോകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഗുരുവിൻ്റെ കീഴിലല്ലാതെ ഇതൊന്നും അഭ്യസിക്കാൻ പാടില്ല. ആദ്യമൊക്കെ ഒരു 4 സെക്കൻഡൊക്കെ മാക്സിമം നിർത്താം. അപ്പോൾ അങ്ങനെ ഇത് വരുമ്പോൾ പിന്നെ ഈ സമയം നീട്ടി എത്ര സമയം വേണോ അതിനും, കുംഭകം വേണോ, ഇത് അകത്ത് ശ്വാസം എടുക്കാതെ, അങ്ങനെ ഇത് നമ്മൾ വിചാരിച്ചാലേ ഇത് വികസിക്കുകയും ചുരുങ്ങും. അങ്ങനെ ഈ ബ്രീത്ത്, ശ്വാസത്തിലൂടെ ഈ പ്രാണനിൽ നമുക്കൊരു നിയന്ത്രണം വരും. അപ്പോൾ ശരീരത്തിലെ പ്രാണനെ നിയന്ത്രിച്ചാൽ, അങ്ങനെയാണ് ഈ ഗംഗയുടെ മുകളിൽ നടക്കുക. ഇതൊക്കെ ചില സിദ്ധികളുമായി ബന്ധപ്പെട്ട്, ഇത് വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുക, അപ്പോൾ പ്രാണനെ നിയന്ത്രിച്ച് ചെയ്യുന്ന വിദ്യകളാണ്. പിന്നെ വേണമെങ്കിൽ അസുഖമൊന്നും ഇല്ലാതിരിക്കാം. ഈ പ്രാണനിൽ വരുന്ന തെറ്റുകളാണ്. ഇപ്പം തന്നെ പ്രാണായാമം ചെയ്യുമ്പം ശ്വാസം അകത്തെടുക്കുമ്പോൾ എല്ലാവരെയും വയറ് കുഴിഞ്ഞാണ് പോകുന്നത്. ഒരു കൊച്ചുകുട്ടിയെ നോക്കിയാൽ ശ്വാസം അകത്തെടുക്കുമ്പോൾ വയറ് ഉയർന്ന് ബലൂൺ പോലെ. അപ്പോൾ അതിങ്ങനെ കൈവച്ച് ആദ്യം പുറത്തെടുക്കണം. അങ്ങനെ അത് എല്ലാവരും, ഈ കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് അങ്ങനെയാണ് വരുന്നത്. ടെൻഷൻ കാരണം ഇത് ഓർഡർ തെറ്റുകയാണ്. ഇത് ഒരു പ്രാവശ്യം കറക്റ്റ് ചെയ്താൽ പിന്നെ കുറേ നാൾ കറക്റ്റായിട്ട്. ഇതൊക്കെ കറക്റ്റ് ചെയ്ത് വിടണം. അതൊക്കെ ഒരു ഗുരു ഉണ്ടെങ്കിലേ പറ്റൂ. അങ്ങനെ ഈ പ്രാണൻ നമ്മളെ വശപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനെ, പ്രാണനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, ഇത് നേരത്തെ പറഞ്ഞു, ഇതേ എനർജിയാണ് സൂര്യൻ. ലോകത്തുള്ള ഏത് എനർജിയും ഈ യോഗിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെയൊക്കെ തന്നെ ഒരു സമയം 2 സ്ഥലത്ത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എന്താണ് യുക്തി? അപ്പം നേരത്തെ പറഞ്ഞു, ബ്രഹ്മവിദ്യയുടെ ജ്ഞാനം ആണ് ഉപനിഷത്തുകൾ തരുന്നത്. അതിൻ്റെ ലോജിക്ക്, യുക്തി തരുന്നത് ബ്രഹ്മസൂത്രമാണ്. അതിൻ്റെ ക്രീഡ, അതായത് പ്രായോഗിക വശം തരുന്നത് ഭഗവത്ഗീത. അപ്പോൾ ബ്രഹ്മസൂത്രത്തിൽ അതിൻ്റെ മറുപടിയുണ്ട്. ഒരു ദീപത്തിൽ നിന്ന് എത്ര ദീപം വേണമെന്ന് കൊടുത്താൽ ആദ്യത്തത് അതുപോലെ. അങ്ങനെ ഒരു യോഗിക്ക് വേണമെങ്കിൽ എത്ര ശരീരം വേണമെന്ന് നിർമ്മിക്കാം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പിന്നിലെ ഒരു യുക്തിയായിട്ട് ബ്രഹ്മസൂത്രം പറയുന്നത്. അപ്പോൾ ഈ പ്രാണായാമം വശത്താക്കിയ ഒരു യോഗിക്ക് ഇത്രയും വരെയും സാധിക്കും. ഒരു ത്രിശങ്കു സ്വർഗം എന്നൊക്കെ വിശ്വാമിത്ര, ഒരു സ്വർഗം, ഒരു സ്വന്തം പ്രപഞ്ചം വരെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അത് നമ്മളിപ്പോൾ അത്രയൊന്നും പോയില്ലെങ്കിലും ശരീരത്തിൻ്റെ കുറേയൊക്കെ എനർജി കൺട്രോൾ ചെയ്യാനുള്ള അഭ്യാസം, അത് ഇത്രയും സ്റ്റെപ്പ് അതിന് മുമ്പേ ഉണ്ട്. അത് കഴിഞ്ഞ് പ്രത്യാഹാരം, ഇത്രയും വന്ന ഒരാൾ, അപ്പോൾ പിന്നെ ഇന്ദ്രിയങ്ങൾ പുറമെയാണ്. ഇതിനെ ലിംസ് പിൻവലിക്കും പോലെ അതിൻ്റെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഓരോ വിഷയം കണ്ട് അതിൻ്റെ പിന്നിൽ പാഞ്ഞ്, നല്ല പാട്ട് കേട്ട് അതിൻ്റെ പിന്നിൽ അങ്ങനെ പോകാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് വിഡ്രോവൽ ഓഫ് സെൻസ് ഓർഗൻസ് ഫ്രം ദ എക്സ്റ്റേണൽ ഓബ്ജക്ട്സ്. അതാണ് പ്രത്യാഹാരം. ധാരണ എന്ന് പറഞ്ഞാൽ ധരിക്കുക, അറിയാമല്ലേ? അപ്പം നമ്മൾ വസ്ത്രം ധരിക്കും പോലെ ഒരു വിഗ്രഹത്തെയോ, ഒരു എക്സ്റ്റേണൽ പുറമേയുള്ള ബാഹ്യം വിഗ്രഹത്തെയോ, ഒരു പോയിന്റ്, ഒരു ബിന്ദു ഇട്ട് അതിനെയോ, അല്ലെങ്കിൽ ഒരു ആശയത്തെയോ ധരിക്കുക. അത് മറ്റൊരു ചിന്തയും ഇല്ലാതെ, ഇപ്പോൾ ഒരു ആശയം വേണമെങ്കിൽ ബ്രഹ്മസത്യം ജഗൻ, അല്ലെങ്കിൽ മഹാവാക്യത്തിൽ അഹം ബ്രഹ്മാസ്മി, ഈ വാക്യത്തിൻ്റെ സാരം ധരിക്കുക. ഇത് അങ്ങനെയും ചെയ്യാം. ഈ ധാരണ ഇത് ഒരു 12 സെക്കൻഡ്, 12 നിമിഷം മറ്റൊന്നിലേക്കും മനസ്സ് പോകാതെ ഏകാഗ്രമായിട്ട് ഈ ധാരണയിൽ നിർത്തണം. അതാണ് നമ്മൾ ഒരു ധാരണ എന്ന് പറയുന്നത്. ഇങ്ങനെ 12 ധാരണയാണ് ഒരു ധ്യാനം. അടുത്തത് ധ്യാനവും. ഇങ്ങനത്തെ 12 ധ്യാനമാണ് ഒരു സവികൽപ്പ സമാധി. ഈ സവികൽപ്പ സമാധിയിലെ കാര്യം, അതിൽ പുറമേ ഒരു വസ്തുവിലാകാം, അല്ലെങ്കിൽ ഉള്ളിൽ ഒരു ധാരണയാകാം. ഇതിൽ സമാധി അനുഭവവും അനുഭവിക്കുന്നവനും രണ്ടായിട്ട് നിൽക്കും. നിർവികൽപ്പ സമാധിയിൽ ഈ രണ്ടില്ലാതെ, അതാണ് നിർവികൽപ്പ സമാധി.
ഈ നിർവികൽപ്പ സമാധി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പം മറ്റെല്ലാ സ്റ്റെപ്പിലും ഈ സവികൽപ്പ സമാധിയിൽ ഒരിടത്തിരുന്നാണത്. നിർവികൽപ്പ സമാധി അങ്ങനെ സംഭവിച്ചാലും അങ്ങനെ മാത്രമല്ല സംഭവിക്കും. നമ്മൾ മറ്റെല്ലാമായിട്ട് ഇടപഴകുമ്പോഴും ഇത് വിടാതെ നിൽക്കുന്നതാണ് നിർവികൽപ്പ സമാധി. ഓഷോയുടെയൊക്കെ ഭാഷയിൽ മെഡിറ്റേഷൻ ഇൻ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയും. ചന്തയിൽ പോയി മീനിന് വിലയ്ക്ക് ബാർഗെയിൻ ചെയ്യുമ്പോഴും ഈ ആനന്ദവും ഇതും വിട്ടു പോകില്ല. ഈ സത്യം പരമസത്യം നിറഞ്ഞു നിൽക്കും. ഇത് ഈ മീനും മീൻകാരനും ഞാനും ബ്രഹ്മം എന്നുള്ള അതാണ് ശരിക്കുള്ള നിർവികൽപ്പ സമാധി. അല്ലാതെ ഒരു ഗുഹയിൽ മാത്രം ഒരാൾ 12 വർഷമാണ് ഇതിനെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഒരു ഗുരുവിൻ്റെ കീഴിൽ 12 വർഷം ഒരു ഗുഹയിൽ. അപ്പം ഗൃഹസ്ഥനായിരുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയതിനു ശേഷം ഉപേക്ഷിച്ച് ഗുരുവിനോടൊപ്പം പോയി 12 വർഷം ഒരു ഗുഹയിൽ ധ്യാനം അഭ്യസിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, ഇനി നീ പോവാം, ഇനി നിനക്ക് ഇഷ്ടമുള്ള ഇടത്ത് പോകാം. ഇയാൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മക്കൾ ചെറുമക്കളൊക്കെ ഇയാളുടെ മുറിയിലിരുന്ന് ധ്യാനം തുടങ്ങിയപ്പോൾ ചെറുമക്കൾ വന്ന് എല്ലാം എടുത്ത് എറിഞ്ഞു. അപ്പോൾ ഇയാളെല്ലാം അടിച്ച് പൊട്ടിച്ച് ഇവിടെ ധ്യാനിക്കാൻ പറ്റൂ. തിരിച്ച് ചെന്ന ഗുരു പറഞ്ഞു, ഇടാ 12 വർഷത്തെ ധ്യാനവും പാടില്ല. അപ്പോൾ അതല്ല ഈ സമാധി എന്ന് പറയുന്നത്. സമാധി എപ്പോഴും നിലനിൽക്കും. സമനിലയിൽ. അതാണ് സ്ഥിതപ്രജ്ഞ. പ്രജ്ഞയ്ക്ക് ഇളക്കമില്ലാതെ ബോധത്തിന് സ്ഥിതമായി നിൽക്കും. ഞാൻ ബാലകൃഷ്ണ സാറിൻ്റെ ജീവചരിത്രത്തിനിട്ട പേര് 7 ക്യാരക്ടറിസ്റ്റിക്സുകൾ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. അത് ഈ സ്ഥിതപ്രജ്ഞയിൽ ഞാൻ 2ാമത്തെ അധ്യായത്തിലുണ്ട് ഗീതയിൽ. അപ്പോൾ അങ്ങനെ അതാണ് സമാധി എന്ന്. ഇതാണ് ശരിക്കും പതഞ്ജലി മഹർഷിയുടെ യോഗ. ഇതാണോ ഇവിടെ പഠിക്കും. അപ്പോൾ ഇതിൽ കുറച്ച് എക്സസൈസ് വരുന്നത്, അത് ഗുണം ചെയ്യും. ശരി, പക്ഷേ ഇതിൽ പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ ഇത് പരിണതപ്രജ്ഞനായ ഒരു ഗുരുവിൽ നിന്നേ അഭ്യസിക്കാവൂ. ഇല്ലെങ്കിൽ ഗുണത്തെക്കാൾ ദോഷമുണ്ടാകും. അതുപോലെ തന്നെ ധ്യാനത്തിലുമൊക്കെ ബാലകൃഷ്ണ സാറിൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, സാറ് പാലക്കാട് ജോലി ചെയ്തിരുന്നപ്പോൾ സാറിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ തലവേദന മാറുന്നതേയില്ല. അങ്ങനെ ഇദ്ദേഹം അന്ന് രീതിയിൽ എക്സ്റേ എല്ലാം ന്യൂറോയിലെല്ലാം കാണിച്ചു. അവസാനം സാറ് ചോദിച്ചു, എന്തെങ്കിലും മെഡിറ്റേഷൻ ധ്യാനം അത് ഞാനൊരു ബിന്ദു ഇങ്ങനെ ഇട്ടിട്ട് അതിൽ നോക്കി. അപ്പോൾ സാർ പറഞ്ഞു അത് നിർത്താൻ പറഞ്ഞു. നിർത്തി 1 മാസത്തിനകം തലവേദന. അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി ഇത് ആദ്യമേ. അപ്പോൾ യോഗയായാലും അത് ചെയ്യാൻ സമയം തന്നെയുണ്ട്. ഇപ്പോൾ രാവിലെ 8 മണിക്കുള്ള ആ അന്തരീക്ഷ ചൂടിൽ ചെയ്യുന്ന ഇഫക്റ്റ് അല്ല 8 മണിക്ക് ശേഷം. 11 മണിക്ക് ശേഷം വീണ്ടും മാറും. വയറിൽ വെള്ളം കുടിക്കാമോ കുടിക്കാതിരിക്കാമോ, അപ്പോൾ ശരീരത്തിന് ഒരു പ്രത്യേക രീതിയിൽ എന്തൊക്കെ ആഹാരം കഴിക്കാം, ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ തെറ്റുകൾ പറ്റിയാൽ പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ തിരുത്താൻ പറ്റാത്ത ദുരന്തത്തിലേക്കാണ്. എൻ്റെ ഓഫീസിൽ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇതിലൊരു തെറ്റുപറ്റി വലിയ വലിയ ദുരന്തങ്ങളുണ്ട്. വിവാഹം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ദുരന്തമുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ യോഗം ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. അടുത്തത് ന്യായ വൈശേഷികം. ന്യായം എന്ന് പറയുന്നത് ലോജിക്കാണ്, ഇന്ത്യൻ ലോജിക്ക്. അപ്പോൾ ഈ ന്യായത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ശാസ്ത്രം എന്ന് പറയും. നമ്മൾ ഇന്നത്തെ സയൻസിനെയാണ് അത് പറയുന്നത്. അപ്പം നമ്മൾ മോഡേൺ സയൻസ്, ആധുനിക ശാസ്ത്രം എന്ന് തന്നെ പറയണം. കാര്യം ശാസ്ത്രം ഒന്നല്ല പലതും. ഈ ശാസ്ത്രത്തിൻ്റെ പിന്നിൽ ലോജിക്കും. അത് നമ്മൾ വെസ്റ്റിലെടുത്തു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടീലിയൻ ലോജിക്ക്, സില്ലോജിസം എന്ന് പറയും. നമ്മൾ കേട്ടിട്ടുണ്ട് ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ, ദെയർഫോർ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. അതായത് എല്ലാ മനുഷ്യരും മരിക്കും, സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്. അപ്പോൾ കൺക്ലൂഷനായിട്ട് വരുന്നത് അതുകൊണ്ട് സോക്രട്ടീസും മരിക്കും. അപ്പോൾ ആദ്യത്തെ 2 പ്രമിസിൽ നിന്ന് ഇങ്ങനെ ഒരു അനുമാനത്തിലേക്ക്. അപ്പോൾ ഇതൊന്ന്. ഇനി സയൻറ്റിഫിക് ലോജിക്ക് എന്ന് പറയുന്ന ഇൻഡക്റ്റീവ് ലോജിക്, ഇൻഡക്ഷനാണ്. അതായത് ദാറ്റ് ക്രോ എ ഈസ് ബ്ലാക്ക്, അപ്പോൾ ആ ക്രോ ഒരു കാക്ക ബ്ലാക്കാണ്, ബി ഈസ് ബ്ലാക്ക്, സി. അപ്പോൾ കാണുന്ന എല്ലാം അങ്ങനെ ഓരോ ഇൻസ്റ്റൻസും എടുത്തിട്ട് അവസാനം കൺക്ലൂഷനിൽ ജനറൽ വരുന്നു, ദെയർഫോർ ഓൾ ക്രോസ് ആർ ബ്ലാക്ക്. അരിസ്റ്റോട്ടിൽ ആദ്യം ഓൾ മെൻ ആർ മോർട്ടൽ, ആദ്യം ജനറൽ എടുത്ത് പർട്ടിക്കുലറിൽ വന്നു. ഇവിടെ ഇൻഡക്റ്റീവ് ലോജിക്കിൽ ആദ്യം പർട്ടിക്കുലറിൽ നിന്ന് ജനറൽ. ഇപ്പോൾ കാൾ പോപ്പർ പോലെയുള്ള സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അതിൽ ഒരു കാക്ക വൈറ്റ് ആണെങ്കിൽ അതാണ് എടുക്കേണ്ടത്, ഫാൾസിഫിക്കേഷൻ എന്നാണ്. അതിനെയാണ് അങ്ങനെ വ്യത്യാസമുണ്ട്. എന്നാൽ ആ സയൻറ്റിഫിക് ലോജിക്കിനൊരു ഓർഡറുണ്ട്. നമ്മുടെ ഹൈപ്പോത്തസിസ്, ഫോർമേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, ഒബ്സർവേഷൻ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂട്ടൺ, ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ആപ്പിൾ വീഴുന്ന. ഈ ന്യൂട്ടൻ്റെ തലയിൽ വീണെന്നുള്ള ഒരു ഫിക്ഷനാണ്. അപ്പം ന്യൂട്ടനും കണ്ടു, അദ്ദേഹം അത് ഒബ്സർവ് ചെയ്തു.
അതൊരു ഹൈപ്പോത്തസിസ്. അതിന് ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ ഹൈപ്പോത്തസിസ് ഈസ് എ ഗസ് ഓഫ് എ കോസ് ഓഫ് എൻ ആക്ഷൻ. എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഇഫക്റ്റിൻ്റെ പിന്നിലുള്ള കാരണത്തെക്കുറിച്ചുള്ള ഒരു ഗസ്സാണ്, ആദ്യം ഗസ്സായിട്ട് ഒരു ഊഹമാണ്. അപ്പോൾ ഇദ്ദേഹം ഊഹിച്ചു എന്തോ ഇതിനെ വലിക്കുന്നു അല്ലേ. അത് ഹൈപ്പോത്തസിസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് എ പോയറ്റ് ഈസ് ബോൺ നോട്ട് മെയ്ഡ് എന്നുള്ള ഒരു കവി ജനിക്കുന്നുണ്ട്. അതുപോലെയാണ് ഒരു ജീനിയസിന് മാത്രമേ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കാം. അതുകൊണ്ടാണല്ലോ ന്യൂട്ടന് മാത്രമല്ല അങ്ങനെയാണ് അദ്ദേഹം ഗ്രാവിറ്റി എന്നൊരു കാര്യത്തിൽ. അത് പിന്നീട് ഗ്രാവിറ്റി ഈസ് നോട്ട് എ ഫോഴ്സ് എന്ന് ഐൻസ്റ്റീൻ പ്രൂവ് ചെയ്തു. അതവിടെ നിൽക്കട്ടെ. അപ്പം അപ്പം അത് കഴിഞ്ഞ് ഹൈപ്പോത്തസിസ്, ഈ ഉണ്ടാക്കിയ ഹൈപ്പോത്തസിസ് ശരിയാണോ എന്ന് പിന്നെ വെരിഫിക്കേഷൻ, എക്സ്പെരിമെൻറ്റ്സ് ഇതിലൂടെയൊക്കെ തെളിയിച്ചിട്ട് ഒരു ലോ ഉണ്ടാക്കും, നിയമം. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ലോ ഈസ് കോൾഡ് എ തിയറി. പിന്നെ തിയറി, ഇതാണ് സയൻസിൻ്റെ ഒരു രീതി. അപ്പോൾ അത് ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്നതാണ് ന്യായം. അത് ഗൗതമൻ ആണ് അതിൻ്റെ ഫാദർ എന്ന് പറയുന്നത്, ഉപജ്ഞാതം. അതിനൊരു 5 രീതി. അതിൽ മറ്റൊരു രീതിയാണ് ഉപയോഗിക്കുന്നത്. മലയിൽ തീയുണ്ട് എന്ന് ആദ്യമേ കൺക്ലൂഷൻ പറയാം. അതെങ്ങനെ അറിഞ്ഞു? അവിടെ പുകയുണ്ട്. അപ്പം മലയിൽ പുക കണ്ടതുകൊണ്ട് തീയുണ്ട്. അപ്പം പിന്നെ അപ്പം ആദ്യം നിഗമനമാണ് പറയുന്നത്, പിന്നെ ഹേതുവിൽ വരികയാണ്. കാരണം അപ്പം അതെങ്ങനെ അറിയാം? അത് അടുക്കളയിൽ തീയും പുകയും ഒരുമിച്ചുണ്ട്. വീണ്ടും പറയും മലയിൽ തീയുണ്ട്. അവസാനം 5 സ്റ്റെപ്പുണ്ട്. ഇതാണ് ഇന്ത്യൻ നൈയായികന്മാർ, ഭാരതീയ നൈയായികന്മാർ. അപ്പം ഈ ന്യായ തിയറിയായിട്ടും അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് വരുന്നതാണ് വൈശേഷികം. അതാണ് നേരത്തെ പറഞ്ഞ കണാദന്മാർ. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് വേൾഡിലെ ഫസ്റ്റ് അറ്റോമിക് തിയറിയാണ് വൈശേഷികം. ആറ്റംസിനെ പറ്റി ലോകത്ത് ആദ്യമായിട്ടൊരു തിയറി വരുന്നത് വൈശേഷിക തിയറി. അവർ ദ്രവ്യം, അതിൻ്റെ ഗുണങ്ങൾ 7 എണ്ണം അവർ പറയുന്നുണ്ട്. 7 ദ്രവ്യങ്ങൾ. അതിൽ 7ാമത്തത് നോൺ എക്സിസ്റ്റൻസ്, അഭാവത്തെയും പറയുന്നു. ദ്രവ്യം, ഗുണം അങ്ങനെ പറയുന്നു. അതിൽ അഭാവത്തെ ഇപ്പം താങ്കൾ ഇവിടെ ഉണ്ട്, താങ്കൾ ഇവിടെ ഇല്ലാത്തതും താങ്കളുടെ മറ്റൊരു എക്സിസ്റ്റൻസ്. അഭാവം കൊണ്ട് ശ്രദ്ധേയനാവുന്നെന്ന് അങ്ങനെ അതിനെ പോലും എടുക്കുന്നു. അപ്പോൾ ഇവർ ബൈനറീസ്, ട്രയാഡ്സ്, അതായത് ദ്വയാനുഗാസ്, ത്രയാനുഗാസ്, 2 ആറ്റം ചേർന്നത്, 3 ആറ്റം ചേർന്നത്, ഇങ്ങനെയൊക്കെ അവർ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറയുന്ന ആറ്റം തിയറിയുമായിട്ടൊക്കെ വളരെ അടുത്തുള്ള സിദ്ധാന്തങ്ങൾ കണാദ മഹർഷിയുടേതായിട്ടുണ്ട്. കണാദൻ്റെ പേരറിയില്ല, കണങ്ങളെ ആദിച്ചവൻ, ഭക്ഷിച്ചവൻ. ഇതാണ് ന്യായവൈശേഷികം. അപ്പം 4 എണ്ണം. ഇനി സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം. ഇത് വിശദമായിട്ട് ഒരുപാട് പറയാനുള്ള സമയമില്ല. ഇനി അടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൂർവമീമാംസ. അവർ പറയുന്നത് ജൈമിനി, പ്രഭാകരൻ ഒക്കെയാണ്. അവർ പറയുന്നത് വേദത്തിലെ കർമ്മകാണ്ഡത്തിൽ പറയുന്ന ഈശ്വരാരാധന, യജ്ഞങ്ങൾ, യാഗം, ഹോമം, ഇതൊക്കെ കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടായാലേ മോക്ഷം സാധ്യമാണ്. അതിന് ഒരു എഗെയിൻസ്റ്റ് എന്ന് തന്നെ ആയിട്ട് ജ്ഞാനകാണ്ഡത്തിൽ പ്രാധാന്യം കൊടുത്ത് വന്നതാണ് പൂർവമീമാംസ. 2ാമത് ഉത്തരമീമാംസ. ആദ്യത്തത് പൂർവം, അതാണ് കർമ്മകാണ്ഡ വേദഭാഗത്തെ ആസ്പദമാക്കി. അതിൽ ചില ആചാരങ്ങളും ചടങ്ങുകൾക്ക്, യാഗങ്ങൾക്കാണ് പ്രാധാന്യം. അതിനെല്ലാം പ്രാധാന്യം ഇല്ലാതെ നിഷേധിച്ചുകൊണ്ട് വന്നതാണ് ജ്ഞാനകാണ്ഡമാണ് വേദാന്തം എന്ന് നമ്മൾ ഇന്ന് പരക്കെ അറിയും. അതിലുൾപ്പെടുന്നതാണ് അദ്വൈത വേദാന്തവും വിശിഷ്ടാദ്വൈതവും ദ്വൈതവും ഒക്കെ. അപ്പോൾ ഇതാണ് ഷഡ്ദർശനങ്ങളുടെ ചിത്രം. പലരും ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് സ്വർഗത്തെ പ്രാപിക്കാമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഇനി മോശകർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതും നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. ശരിക്കും യഥാർത്ഥത്തിൽ ഈ സ്വർഗവും നരകവും എന്താണ്? ഈ വേദാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഒരു സ്വർഗവും നരകവും എന്ന് ഉദ്ദേശിക്കുന്നത്? സ്വർഗവും നരകവുമാണ് ഇന്ന് ഒരുപാട് പേരെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഈ എൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഉത്തരം തന്നെയാണ്. സ്വാമി രാമതീർത്ഥനോട് ഇതേ ചോദ്യം അമേരിക്കയിൽ അദ്ദേഹം സ്പീച്ച് ചെയ്യുമ്പോഴാണ് ചോദ്യങ്ങൾ വരുന്നത്. ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു കഥയാണ് പറഞ്ഞത്. അതായത് ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. ആ ബിഷപ്പിൻ്റെ സ്ഥലത്ത് ഒരുപാട് ട്രെയിനൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ ബിഷപ്പ് സ്ഥിരമായിട്ട് ഹക്സ്ലി, ഡാർവിൻ തുടങ്ങിയവരെ വിളിച്ച് ഉപദേശിക്കും. നിങ്ങൾ ഈ പള്ളിക്കെതിരായിട്ടൊന്നും, ബൈബിളിന് ഈ പരിണാമ സിദ്ധാന്തം, യുക്തിവാദം, ഇതൊന്നും നിങ്ങൾ പറയരുത്. പറഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോകേണ്ടി വരും
മനസ്സിലായാലും വിളിച്ച് എപ്പോഴും ഉപദേശിക്കും. അപ്പം ഈ ഹക്സിലി ഡാർവിനൊക്കെ മരിച്ചു. അപ്പം ഈ ബിഷപ്പ് വിചാരിച്ചു ഇവർ നരകത്തിൽ പോയി. അത് കഴിഞ്ഞാണ് ബിഷപ്പ് മരിക്കുന്നത്. അപ്പം ബിഷപ്പ് മരിച്ചു എന്നോ മരിച്ചതായി സ്വപ്നം കാണുന്നു എന്നോ എടുക്കാം. അപ്പം ബിഷപ്പ് സ്വപ്നം മരിച്ചു. അങ്ങനെ ട്രെയിനിലാണ് ബിഷപ്പിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ബിഷപ്പിന് കിട്ടിയ ടിക്കറ്റ് എന്ന് പറയുന്നത് 14 ലോകങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 7 നരകവും അത് കഴിഞ്ഞുള്ള 7 സ്വർഗവുമാണ്. അവസാനത്തെ അത് ഏറ്റവും ടോപ്പ് ഉയർന്ന സുഖസമ്പന്നമായ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ് കിട്ടിയത്. ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ ട്രെയിൻ പോകുന്നതിൽ ആദ്യത്തെ സ്റ്റേഷൻ. അപ്പോൾ ഈ ട്രെയിനിൽ പാവികളും പുണ്യം ചെയ്യുന്നവരും എല്ലാവരും ഉണ്ട്. ഇദ്ദേഹത്തിന് കിട്ടിയ ടിക്കറ്റ് അവസാനത്തെ. ഓരോ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയവരുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നീചമായ കൊണ്ടുപോകുന്ന നരകം. അപ്പോൾ അത്രയും കഷ്ടതകൾ നിറഞ്ഞ നരകമായിരിക്കുമല്ലോ. അത് കഴിഞ്ഞത് അതിനേക്കാളും അല്പം മെച്ചമായ നരകം. അങ്ങനെ 7 നരകം കഴിഞ്ഞ് ഏറ്റവും താഴേക്കിടയിലുള്ള സ്വർഗം, കുറച്ചുകൂടെ മെച്ചം, അങ്ങനെ 7ാമത്തെ സ്വർഗം എന്നൊക്കെ പറയില്ല. അതാണ് ഏറ്റവും ഈ ട്രെയിൻ ചെന്ന ആദ്യത്തെ സ്റ്റോപ്പിൽ നിന്നും സ്റ്റേഷൻ. അപ്പോൾ ഈ ബിഷപ്പ് വിചാരിച്ചു നമ്മുടെ ഹക്സിലിയും ഡാർവിനെയൊക്കെ ഇവിടെ ആയിരിക്കും കൊണ്ടുപോകും. അമ്മമാരോട് പല പ്രാവശ്യം പറഞ്ഞാണ് ഒന്ന് കണ്ടു കളയാം എന്ന് പറഞ്ഞ് ആ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഇറങ്ങി നോക്കിയപ്പം ചുറ്റുമൊക്കെ നോക്കിയപ്പം അത് വളരെ സ്വർഗമെന്ന് നമ്മളെ സങ്കല്പത്തിലുള്ളതിനേക്കാളും ഗംഭീരമായി. അപ്പോൾ ഒരു സംശയം തോന്നി, തെറ്റിയോ, ആദ്യത്തതിന് മെച്ചമായ എനിക്കിവിടെയാണോ ഇറങ്ങേണ്ടത്? പിന്നെ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്ത് പോയി. അവിടുത്തെ ജി അത് എനിക്കിങ്ങനെ ഈ ടിക്കറ്റാണ് കിട്ടിയത്, പക്ഷെ ഇപ്പം ഇവിടെ കണ്ടപ്പോൾ ഇത് ശരിക്കും ആദ്യത്തത് ഏറ്റവും മോശമായ നരകമെന്നാണല്ലോ ഞാൻ നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് ഇവിടെ തന്നെ താമസിക്കാം, അത്രയ്ക്ക് സുന്ദരമായിരിക്കുന്നു. എനിക്ക് സ്റ്റേഷൻ തെറ്റിയോ, ആദ്യത്തത് ആണോ, ഇതാണോ എൻ്റെ സ്റ്റേഷൻ? സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു, ബിഷപ്പിനോട് പറഞ്ഞു, അങ്ങേക്കത് തെറ്റിയിട്ടില്ല, ഇത് തന്നെയാണ് ഏറ്റവും മോശമായ നരകം. പക്ഷെ ഇവിടെ കുറച്ച് നാളിന് മുമ്പ് ഡാർവിൻ എന്നും ഹക്സിലി എന്നും 2 പേരെ കൊണ്ടുവന്നു, അവരിതിനെ ശരിയാക്കിയെടുത്തു. മനസ്സിൽ അപ്പൊ ഈ കഥ പറഞ്ഞ, അതായത് ഇതാണ് സ്വർഗ നരകങ്ങളുടെ രഹസ്യം. നമ്മുടെ സങ്കല്പത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പൊ ഈ ജീവിതവും നമ്മളുടെ സങ്കല്പത്തിൽ തന്നെ. നമ്മളെ മരണശേഷം നമുക്ക് ഈ സ്ഥൂല ശരീരമില്ല. നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഇപ്പോൾ ആധുനിക ശാസ്ത്രം തന്നെ പരീക്ഷണങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്നതിൽ ഒരു മാസ് എനർജി മരിക്കുമ്പോൾ പോകുന്നതായിട്ട് ജസ്റ്റ് മുമ്പ് കണ്ടുപിടിച്ചു. അപ്പോൾ ആ എനർജി ജീവനെന്നോ എന്തായാലും ആത്മാ ഒരിടത്തു നിന്നും ഒരിടത്തും പോകുന്നില്ല, ഒമിനി പ്രസന്റ്, സർവ്വവ്യാപിയാണ്. പോകുന്നത് ഈ സൂക്ഷ്മ നമ്മുടെ എനർജിയാണ്, പ്രാണൻ. അപ്പം ഇത് പല സങ്കല്പങ്ങളിലൂടെയാണ് പോകുന്നത്. ഇതിലെ സങ്കല്പം ഉറപ്പിച്ചിരിക്കുന്നതനുസരിച്ച് ഇത് കാണും. അതാണ് ഈ സ്വർഗ നരകങ്ങൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ വേദാന്തത്തിൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു, അപ്പോൾ ഇത് സങ്കല്പം അനുസരിച്ചാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇപ്പം നമുക്കൊരു ഇതെടുക്കാം. ഖുറാനിൽ സ്വർഗ നരകങ്ങൾ, ബൈബിളിൽ ഉണ്ട്. ഇത് തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ വിവരണങ്ങൾ ജൂതന്മാരുടെ അതിലുമുണ്ട്. ഇനി ഭാരതത്തിലെ പുരാണങ്ങളിൽ വന്നാലും സ്വർഗ നരകങ്ങളുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്, കുംഭീഭാഗം, അങ്ങനെയുള്ള സ്വർഗനരകം. അപ്പോൾ ഒരു മുസ്ലിം മരിച്ചാലും, അതായത് ഖുറാൻ വിശ്വസിക്കുന്ന ആൾ മരിച്ചാലും, ബൈബിൾ വിശ്വസിക്കുന്ന ആൾ മരിച്ചാലും, ഭാരതീയ പുരാണം വിശ്വസിക്കുന്ന ആൾ മരിച്ചാലും ഒരേ സ്വർഗത്തിലാണ്, ഒരേ നരകം. ഇപ്പം യമൻ, കാലൻ ഭാരതത്തിലെ പുരാണങ്ങളിലേ ഉള്ളൂ. ഒരു ക്രിസ്ത്യാനി മരിച്ചാൽ യമലോകത്ത് പോകുമോ? എന്ത് മറുപടി പറയും? ഇതിന് വേദാന്തം പറയാം. അപ്പം ഇത് സ്വാമി രാമതീർത്ഥൻ ഒരിക്കൽ നടത്തിയ സ്പീച്ചാണ്. മരണാനന്ത ജീവിതം ഒരു സർവമത സമന്വയം എന്ന് പറഞ്ഞൊരു സ്പീച്ച് നടത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത്, മുസ്ലിം കാണുന്നത് അയാൾ പഠിച്ച ഖുറാനിലുള്ള സ്വർഗം തന്നെ, ക്രിസ്ത്യാനി കാണുന്ന ബൈബിളിലെ സ്വർഗം തന്നെ, ഹിന്ദു കാണുന്നത് പുരാണങ്ങൾ സ്വർഗം തന്നെയായിരിക്കും. വേദാന്തിക്ക് ഇതിൽ അതിശയം. കാരണമെന്ന് പറഞ്ഞാൽ അവനവൻ്റെ സങ്കല്പ ലോകമാണ് അവർക്ക്. അപ്പം ഈ സ്വർഗവും നരകവും സൃഷ്ടിക്കുന്നത് ആരാണ്? അവനവൻ്റെ ബാലകൃഷ്ണൻ സാറിൻ്റെ ഏറ്റവും വലിയ ഒരു പാഠമാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സങ്കല്പം എങ്ങനെയോ ജീവിതം അങ്ങനെ. ഇനി സങ്കല്പം ഇല്ലയോ ജീവിതം അവിടെ നിന്നു ബ്രഹ്മജ്ഞാനം. ഇതാണ്. അപ്പം ആ
ബോധത്തിലെ സങ്കല്പം അനുസരിച്ച്. ഇപ്പം നമ്മൾ തന്നെ പറയുമ്പോൾ കാലൻ വന്ന് കയറുകൊണ്ട് ജീവനെ ബന്ധിച്ച് കൊണ്ടുപോയി. ഈ കാലൻ എന്ന് പറയുന്ന കാലമാണ്. എല്ലാവരുടെ മുമ്പിലും ഈ കാലം, അല്ലേ, കാലം എത്തും, നമ്മുടെ കാലം എത്തുമല്ലോ. ഈ കാലം പാശം, അല്ലെ, കയറെന്ന് പറയുന്ന ആശാപാശങ്ങളാണ്. നമ്മുടെ ആശകൾ എങ്ങോട്ടാണോ അത് നമ്മുടെ അവസാനം വരിഞ്ഞു മുറുക്കി ഈ ആശകൾ എങ്ങോട്ടാണോ അങ്ങോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഒരു പ്രതീകാത്മകം, സിംബോളിക്കാണ് ഈ പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ വാസ്തവം. അപ്പോൾ ഇനി നമ്മൾ പുണ്യം പാപം എന്ന് പറയും. അവിടെ നമ്മൾ എല്ലാത്തിലും പുണ്യം ചെയ്യണം, പാപം ചെയ്യണം. ഇതിൻ്റെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു വ്യർത്ഥതയും കൂടെയാണ് ഈ പറയുന്നത്. വേദാന്തം അതിലേക്കാണ് വിരച്ചുകൊണ്ട്. അതായത് ഇപ്പോൾ 10 കൽപ്പനകളുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് എടുക്കാം. ഇതൊരു മതത്തെയും ഒന്നും, ഇത് ഭാരതത്തിലെ പുരാണങ്ങളിലും ഉണ്ട്. എല്ലാ സാർവത്രികമായ മതങ്ങളിലും സാൻമാർഗിക ശാസ്ത്രങ്ങളിലും ഉള്ളതാണ്. ഇപ്പോൾ കൊല്ലരുത്, കൊല്ലുന്നത് പാവമാണ്, എല്ലാവരും സമ്മതിക്കില്ല. അതിലാർക്കെങ്കിലും എതിരോ ഒരു യുദ്ധരംഗത്ത്, ബാറ്റിൽ ഫീൽഡ്, ശത്രു രാജ്യത്തിൻ്റെ ഭടൻ വരുമ്പോൾ ഈ നമ്മുടെ രാജ്യത്തിലെ ഭടൻ കൊല്ലുന്നതാണോ കൊല്ലാതിരിക്കുന്നതാണോ പുണ്യം? കൊല്ലുന്നത്. അപ്പോൾ കോണ്ടക്സ്റ്റ് അനുസരിച്ച്, കോണ്ടക്സ്റ്റുവലായി, സാഹചര്യത്തിന് അനുസരിച്ച് ഈ ധർമ്മം മാറി, അല്ലേ? പുണ്യമായിട്ട് പറ. ഇനി മോഷ്ടിക്കരുത്, എല്ലാവരും സമ്മതിക്കുമല്ലോ, അത് പാവമാണ്, അല്ലേ? ഈ സ്വകാര്യ സ്വത്ത്, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊരു പ്രീ കോൺസെപ്റ്റ്, മുൻവിധി, മുൻ സങ്കല്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടല്ലേ മോഷണം. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ ജീവിക്കും ജീവിക്കാനുള്ളതെല്ലാം ഭൂമി. ഇതിനെ സ്വകാര്യമാക്കാൻ ആരെങ്കിലും പറഞ്ഞു? മനുഷ്യനല്ലാതെ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ? നമ്മൾ തന്നെ ഇപ്പോൾ ഒരു 10 സെൻറ്റ് വാങ്ങി, അത് ശരിക്കും നിയമം അനുസരിച്ച് തന്നെ നമ്മുടേതല്ല, സ്റ്റേറ്റിൻ്റെതാണ്, അല്ലേ? ശരിയല്ലേ? തൽക്കാലം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്നിട്ട് പറയുകയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ കൈയടക്കിയിട്ട് ഇത് എൻ്റെതാണ്. അപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തെന്നൊരു മുൻവിധി നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ പറയണം മോഷണം. അപ്പോൾ അത് മോഷണം പുണ്യമാണോ പാവമാണോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നെടുത്ത ഇത് പൊളിയും. ഇത് ഇനി സത്യമേ, കള്ളം പറയരുത്, സത്യമേ പറയാവൂ. നമ്മുടെ ഗാന്ധിജിയൊക്കെ പറഞ്ഞതുപോലെ ആദ്യം ഗാന്ധിജി കുറച്ച് കള്ളമൊക്കെ പറഞ്ഞ് ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പിന്നെ അദ്ദേഹം വ്രതമായി എടുത്തു. അപ്പോൾ ഒരു സന്യാസി സത്യം മാത്രം പറയും എന്ന് വ്രതം എടുത്തു. ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം മരിച്ചു. ചെന്നപ്പോൾ എല്ലാം നോക്കിയിട്ട് ദൈവം പറഞ്ഞ് നരകത്തിൽ പോകാം. ഈ സന്യാസി വിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ നാവ് കൊണ്ട് ഒരു കള്ളവും പറഞ്ഞിട്ടില്ല, സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതെന്ത് വിധിയാണെന്ന് ചോദിച്ചു. അപ്പോൾ അത് തന്നെയാണ് കാരണം. നിങ്ങൾ വനത്തിനുള്ളിൽ പർണശാല ഇരുന്നപ്പോൾ കുറച്ച് കൊള്ളക്കാർ ഓടിച്ച ഒരു ബാലിക, ഒരു പെൺകുട്ടി ഓടി വന്നു. ആശ്രമത്തിനകത്ത് അഭയം തേടി. കള്ളന്മാർ വന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു പെൺകുട്ടി വന്നു. അപ്പം ഇയാൾ കള്ളം പറയൂല്ലോ, അത് അകത്തുണ്ടെന്ന് വന്നു അകത്ത്. നിങ്ങളുടെ ഈ നിർബന്ധ ബുദ്ധി സത്യമേ പറയൂ, കള്ളം. കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം അപകടത്തിലായി, നിങ്ങളുടെ നരകത്തിൽ പോകണം. അപ്പം ഈ കള്ളം പറയില്ല, സത്യമേ പറയൂ, അത് പുണ്യമോ പാവമോ? അത് ഭഗവാൻ പറഞ്ഞു ഞാൻ ആയുധം എടുക്കില്ല. ഭീഷ്മർ പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കില്ല. കാരണം എങ്കിലേ ശന്തനുവിന് സത്യവതിയെ വിവാഹം കഴിക്കാൻ പറ്റും, അല്ലേ? അത് സത്യവതിയുടെ പിതാവ് എന്താണ് ആവശ്യപ്പെട്ടത്? സത്യവതിയെ തരാം ശന്തനുവിന്, പക്ഷേ അവളുടെ മക്കള് രാജാവാവണം. നിങ്ങൾക്ക് നേരത്തെ ദേവദത്തൻ എന്ന് പറഞ്ഞൊരു മകനുണ്ട്, പിന്നെ ഇതെങ്ങനെ സാധിക്കും? അപ്പോഴാണ് ഭീഷ്മർ പറഞ്ഞു, ഭീഷ്മരോട് തന്നെ പറയാം, ദേവദത്തനാണ് അത്. ഇന്നത്തെ കാലത്ത് അത് നടക്കുമോ എന്തോ, അച്ഛന് വേണ്ടി പെണ്ണാലോചിച്ച് പോകുന്നത് ദേവദത്തൻ. അപ്പം ദേവദത്തൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ വിവാഹം കഴിക്കില്ല ജീവിതത്തിൽ. ഭീഷ്മ പ്രതിജ്ഞ. അതുകൊണ്ടാണ് പിന്നെ ഭീഷ്മർ എന്നാണ് അറിയപ്പെട്ടത്. ഈ ഒരു പ്രതിജ്ഞ ഇല്ലായിരുന്നെങ്കിൽ ഈ യുദ്ധവും ഉണ്ടാവില്ല, ഈ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. അവസാനം ചിത്രാംഗതനും വിചിത്രവീര്യനും കൊല്ലപ്പെട്ടപ്പോൾ ഈ സത്യവതി തന്നെ പറയുന്ന അവരുടെ ഭാര്യമാര്, അംബികയിലും അംബാലികയിലും നീ പുത്രന്മാരെ ഉത്പാദിപ്പിക്കുക. അപ്പോഴും ഭീഷ്മര് നിന്റെ ഭാര്യമാരെ സ്വീകരിക്കാം. പിന്നെ ഭീഷ്മരെ ഉള്ളൂ ആ കുലത്തിൽ. അപ്പോഴും ഈ ഇതിൽ നിന്ന് മാറിയില്ല. അങ്ങനെ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഒരു സന്ദർഭമുണ്ട്. ഭീഷ്മരെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ദേവൻ ഈ പാണ്ഡവർ ഒന്നും തലകുത്തി നിന്നാൽ സാധിക്കില്ലെന്ന്. അങ്ങനെ യുദ്ധം മുറുകി വന്നപ്പോൾ അർജുനന് തളർച്ചയുണ്ട്. ഭീഷ്മർ അത്രയ്ക്ക് ആക്രമിച്ച് കയറി.
കൃഷ്ണൻ ഭഗവാൻ ആയുധം കയ്യിലെടുത്തു. അപ്പം ഈ ഭീഷ്മ പ്രതിജ്ഞ ചെയ്ത ആളുടെ മുന്നിൽ താൻ ആയുധം എടുക്കില്ലെന്നൊരു പ്രതിജ്ഞ ഭഗവാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വാക്ക് കൊടുത്ത. അദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെ അത് കാണിക്കുകയാണ്. ഇത് വാക്കിലൊന്നും നിൽക്കരുത്, അതല്ല ധർമ്മം. മഹാഭാരതം പറയുന്നത് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ, ധർമ്മത്തിൻ്റെ തത്വം ഗുഹകളിൽ എന്ന് വെച്ചാൽ ഉള്ളിലോട്ട് നോക്കാനാണ് എപ്പോഴും. ഈ സത്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത് നോക്കാനായിട്ട്. അപ്പോഴും അർജുനൻ പറഞ്ഞ് അങ്ങ് വാക്ക് കൊടുത്തതാണ്, ഞാൻ തന്നെ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പം ഭീഷ്മരോട് ആയുധം താഴെ വെച്ച് ഭഗവാൻ കൊന്നാൽ മോക്ഷമാണല്ലോ. അപ്പം അങ്ങനെ ഒരു സന്ദർഭം എന്തിനത് വ്യാസൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ വ്യർത്ഥത മനസ്സിലാക്കും. അപ്പം നമ്മൾ പുണ്യം എന്ന് പറയുന്നതൊന്നും പുണ്യമല്ല. അപ്പോൾ ഈ സ്വർഗനരകവുമായി ബന്ധപ്പെട്ട് പുണ്യം ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാപം ആയിട്ടുള്ള ചില കർമ്മങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞത് മുഴുവൻ പാപമല്ല എന്ന് നമ്മൾ കണ്ടല്ലോ. കൊല്ലരുത്, കള്ളം പറയരുത്, അല്ലേ, ഒരു വാക്കിൽ സത്യം. ഇനി പുണ്യമായിട്ടുള്ള പ്രവൃത്തി നമുക്കെടുക്കും. ഇപ്പോൾ പറയുന്നത് അന്നദാന സമാനമൊന്നുമില്ല, അല്ലേ. 1000 കന്യാകുമാരെ ദാനം ചെയ്യുന്നതിനെ കാണും അമ്പലങ്ങളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നിനെയും മോശമായിട്ട് പറയുകയല്ല. വേദാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മലമുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് റിയാലിറ്റിയിൽ നിന്ന് കാണുകയാണ്. അന്നദാനം വളരെ നല്ലത് തന്നെയാണ്. കാരണം അന്നദാനം നടത്തുമ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാര്യം. അതിന് സമാനമായി മറ്റൊരു പുണ്യകർമ്മവുമില്ല. അപ്പോൾ ഒരിക്കൽ യുധിഷ്ഠിരൻ രാജസൂയമൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നു. ഒരു മഹാഭാരതത്തിലെ ഉപകഥയായിട്ട് പറയുന്നു, ചില ഗ്രന്ഥങ്ങളിൽ കാണണമെന്നില്ല, കൂട്ടിച്ചേർത്തതാവാം. നമുക്കൊരാളെ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു അഹങ്കാരമൊക്കെ വന്നു. ധർമ്മപുത്രൻ താൻ ധർമ്മിഷ്ഠനാണ് എന്ന് ഭഗവാൻ വിളിച്ച്, സുതലം എന്നുള്ള ലോകത്താണ് മഹാബലി, അത് പാതാളമല്ല, ഭഗവാൻ തന്നെ നിയോഗിച്ച് ഭഗവാൻ അവിടെ കാവല് നിൽക്കുകയാണ് മഹാബലി. അതാണ് ശരിക്കും ചരിത്രം ഇതിഹാസത്തിലുള്ളത്. അതിനെയൊക്കെ ഇന്ന് ചവിട്ടി താഴ്ത്തി എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ പുറത്താക്കിയതല്ല. അവിടെ ആ മഹാബലിയും വാമനനും ശുക്രാചാര്യനും 3 ബ്രഹ്മജ്ഞാനികളുടെ സംഭാഷണമായിട്ടാണ് ആ സന്ദർഭത്തിൽ ബാലകൃഷ്ണൻ സാർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിളിച്ചു, സുതലത്തിൽ പോയി മഹാബലിയെ കണ്ടു. ഭഗവാൻ പറഞ്ഞു, ഇതാണ് ഇപ്പോഴത്തെ രാജാവ് ധർമ്മപുത്രൻ യുധിഷ്ഠിര മഹാരാജ്. ഇദ്ദേഹം ആണ് ഇന്ന് ധർമ്മത്തിന് പേര് കേട്ട് കഴിഞ്ഞു. ധർമ്മത്തിൽ ഊന്നിയുള്ള ഭരണമാണ് നിർവഹിക്കുന്നത്. അപ്പോൾ മഹാബലി ചോദിച്ചു, അങ്ങ് എന്തൊക്കെ ധർമ്മ പ്രവൃത്തികളാണ് ചെയ്യുന്നത്? അത് ഒരു ദിവസം, എല്ലാ ദിവസവും 7 ലക്ഷം പേർക്ക് വീതം അന്നദാനം നടത്തി. മഹാബലി കുനിഞ്ഞിരുന്ന് കണ്ണുനീറുവാണ്. എന്താ അത് പോരെ, കൂടുതൽ കൊടുക്കും? എൻ്റെ 7 ലക്ഷം പ്രജകൾ പട്ടിണിയിലാണ് എന്ന്. ഇത് എൻ്റെ ഭരണകാലത്ത് അന്നദാനം തരാമെന്ന് പറഞ്ഞാൽ ഒരാളെ പോലും കിട്ടില്ല, ഒരാൾ പോലും വരില്ല. ഇത് എന്നും ഓണം, അതാണ് മഹാബലിയുടെ സന്ദേശം. എന്നും എല്ലാവർക്കും ഓണം. അപ്പം ഇത്രയും നിങ്ങൾ ഭരിച്ച് ഇത്രയും പട്ടിണി ദരിദ്രരാക്കിയോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അന്നദാനം പുണ്യമാണ് പാവം. അപ്പോൾ ഈ ഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനിച്ചു വീഴുന്ന ഓരോ പുൽക്കൊടിക്കും ഓരോ പുഴുവിനും പോലും ജീവിക്കാനുള്ളതെല്ലാം ഭൂമി ഒരുക്കിയിട്ടുണ്ട്, ശരിയല്ലേ? പക്ഷേ അത് ആർക്കൊക്കെയോ ഉള്ളത് മറ്റ് ചിലർ കൈയടക്കി വയ്ക്കും. അതുകൊണ്ടാണ് ഈ ഉള്ളതും ഇല്ലായ്മ ഉള്ള ഒരു ചൂഷിതൻ ഇതെല്ലാം വരുന്നത്. അത് ചെയ്യാതിരുന്നാൽ മതി. അന്നദാനം ചെയ്യുന്നതിലൂടെ പലരെയും മടിയിലും കർമ്മ വിമുഖരുമാക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ. അപ്പം നമ്മളിപ്പോൾ പാപപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ പലതും പാപപ്രവൃത്തി അല്ലെന്ന് കണ്ടു. പുണ്യപ്രവൃത്തി പൂർണ്ണമായും പുണ്യമല്ല. ശങ്കരാചാര്യ സ്വാമികളുടെ നിർവാണ ഷട്കം, ന പാപം ന പുണ്യം ന സൗഖ്യം ന ദുഃഖം. ഇവിടെ പാപവുമില്ല, അല്ലേ, ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം. ഞാൻ ആരാണ്? ചിദാനന്ദ രൂപ ശിവോഹം ശിവോ. അപ്പം ഇവിടെ പുണ്യവുമില്ല, പാപവുമില്ല, സൗഖ്യവുമില്ല, ദുഃഖവുമില്ല. വസ്തുക്കളെ എടുക്കുക, ഒരു ബ്ലാങ്കറ്റ്, കരിമ്പടം എന്ന്, അത് തണുപ്പ് കാലത്ത് നമുക്ക് ചൂടുതൽ സുഖം, ചൂടത്ത് അത് മൂടിയാലോ. അപ്പോൾ ഒരേ വസ്തു തന്നെ 2 സമയങ്ങൾ, ഇതെല്ലാം കോണ്ടക്സ്റ്റ് സാഹചര്യം അനുസരിച്ച് മാറും. അപ്പോൾ ഒരു പ്രവൃത്തിയും പൂർണ്ണമായും പുണ്യമെന്നും ഒരു പ്രവൃത്തിയും പൂർണ്ണമായും പാപമെന്നുമുള്ള ഒരു കാഴ്ചപ്പാട് വേദാന്തത്തിനില്ല. വേദാന്തത്തിൽ ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ തൻ്റെ എല്ലാ മിക്കവാറും ഒരുപാട് പ്രസംഗങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ്
മഹാഭാരതത്തിലെ ധർമ്മവ്യാധൻ. മഹാഗുരുവാണ്, ബ്രഹ്മജ്ഞാനിയാണ്. തൊഴിലെന്താണ്? ഇറച്ചി വെട്ടുക. അദ്ദേഹത്തെ സംബന്ധിച്ച് താനും ബ്രഹ്മം, ഈ ഇറച്ചിയും ബ്രഹ്മം, അത് വാങ്ങിക്കൊണ്ടുപോയി കഴിക്കുന്നവനും ബ്രഹ്മം. അപ്പോൾ കൗശികൻ എന്നൊരു മഹായോഗി ഉണ്ടായിരുന്നു. വനത്തിലൊരു വൃക്ഷ ചുവട്ടിലിരുന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു പക്ഷി കാഷ്ടിച്ചു തലയിൽ. ഇദ്ദേഹം ഇങ്ങനെ നോക്കി, പക്ഷി കരിഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം ഭിക്ഷയാചിച്ച് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടമ്മ ഭർത്താവിനെ നോക്കിക്കൊണ്ട് ശുശ്രൂഷിക്കുക. ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞു. അത് ഇദ്ദേഹത്തിന് ഇഷ്ടമായി. ഈ സ്ത്രീ വന്നപ്പോൾ രൂക്ഷമായി നോക്കി. അപ്പം ഈ സ്ത്രീ പറഞ്ഞു, ആ കിളിയോടുള്ളത് ഇവിടെ നടക്കില്ല. അപ്പോൾ അതിശയം, ഈ വിദ്യ എവിടെ നിന്ന് കിട്ടി? ഇതെങ്ങനെ അറിഞ്ഞു? ആരാണ് അങ്ങയുടെ ഗുരു? എൻ്റെ ഗുരു ധർമ്മവ്യാധൻ. പറഞ്ഞു കൊടുത്തു. ചെന്നപ്പം ഇറച്ചി വെട്ടുന്ന ആളെയാണ് കണ്ടത്. അപ്പം സംശയമായി, ഇതാണോ ഗുരു? പിന്നീട് മനസ്സിലായി, അദ്ദേഹം ഇറച്ചിയൊക്കെ വെട്ടി കൈയൊക്കെ കഴുകി വന്നു ബ്രഹ്മോപദേശം കൊടുത്തു എന്ന് മഹാഭാരതം പറയുക. ഇപ്പോൾ സ്വർഗനരകങ്ങളുടെയും പുണ്യപാപങ്ങളുടെയും ഒക്കെ വേദാന്തപരമായിട്ട് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അപ്പം ഇതിനെയാണ് നമ്മൾ അയ്യോ പാപം ചെയ്തു കഴിഞ്ഞ ജന്മം, അതിനെ മാറ്റാൻ ഇങ്ങനെ ഒരു ഹോമം, അല്ലെ ഇങ്ങനെ ഒരു പരിഹാരം, ഇത് ചെയ്താൽ അല്ലെങ്കിൽ നിനക്കിനി ദുര്യോഗമാണ് എന്നൊക്കെ പറയുന്നത്. വേദാന്തം നമ്മൾ അഭ്യസിച്ചാൽ ഇതൊന്നും ബാധിക്കും എന്നാണ് പറയുന്നത്. ജ്ഞാനം, ഭക്തി, യോഗം, കർമ്മം, ഇവയെക്കുറിച്ചൊന്ന് വിവരിക്കാം. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, പിന്നെ ഈ പറഞ്ഞ യോഗം, രാജയോഗം. ആ യോഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജ്ഞാനമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ജീവോ ബ്രഹ്മൈവ നാപര, ഇത് ഗ്രഹിക്കുന്നത് തന്നെയാണ്. ബ്രഹ്മം മാത്രമേ ഉള്ളൂ സത്യമായിട്ട്, പിന്നെ ജഗത്ത് മിഥ്യയാണ്, ജീവൻ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ മഹാവാക്യങ്ങൾ, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ, ഇതൊക്കെ പറഞ്ഞല്ലോ നാം. ഇതിനെ ഉറപ്പിക്കുക. ഇത് യോഗം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ചേർച്ചയെന്നാണ്. അപ്പോൾ ഈ ബ്രഹ്മജ്ഞാനം ഇത് ബുദ്ധിയിൽ ഉറപ്പിച്ച് ഇതിനെ സാക്ഷാത്കരിക്കുന്നതാണ് ജ്ഞാനയോഗം. അപ്പോൾ ഈ ജ്ഞാനം ഇങ്ങനെ ഒരു ഗുരുവിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്പോൾ ബാലകൃഷ്ണൻ സാറ് പറയും ഗുരുക്കന്മാരെയൊക്കെ തേടിപ്പോയാൽ വലിയ പ്രശ്നമാണ്. പല ഗുരുക്കളിലും ഇന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ആരാണ് യഥാർത്ഥ ഗുരു. നമ്മുടെ മുന്നിൽ ഇപ്പോൾ യോഗവാസിഷ്ടം, ഭഗവത്ഗീത, ഇത് തന്നെ ഗുരു. അതിൽ നിന്നൊക്കെ ജ്ഞാനമൊക്കെ ഗ്രഹിച്ചു, ബുദ്ധിയിലൊക്കെ ഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടാകും. ഞാനെന്തോ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി. ഞാനൊക്കെ ആദ്യകാലത്ത് ഇത് പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. എൻ്റെയും കൂടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇവർക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യം നമുക്ക് സാറൊക്കെ പറയുന്ന പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ വിദ്യ ഗ്രഹിച്ചവനാണ് ഞാൻ. ഇങ്ങനെയൊക്കെ ഒരു അഹങ്കാരമുണ്ട്. ഈ അഹങ്കാരം ഉണ്ടാകാതിരിക്കാനാണ് ഭക്തിയോഗം. ഭക്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭജ് എന്നുള്ള സംസ്കൃത ധാതു, ടു ഫോളോ, പിന്തുടരുക. ഭക്തിരാത്മാനുസന്ധാനം, ആത്മാവിനെ തന്നെ എപ്പോഴും പിന്തുടരുക ചിന്തയിൽ. അപ്പം നമ്മുടെ ഇവിടെ ഈ സംവാദം ആരംഭിച്ച ജി പറഞ്ഞു, കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക, ഒന്നിൽ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞല്ലോ. അത് സാധ്യമാണ്. ഒരുപാട് കർമ്മം ഇന്നെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ നെട്ടോട്ടമാണ്. പലരും, എൻ്റെ വീടിനടുത്തുള്ള സ്ത്രീ ഓടിപ്പോയി ചോദിച്ചോ, പ്രിയദർശിനി ബസ് മിസ്സാവും, ഇപ്പം പോയാൽ കിട്ടും. അങ്ങനെ ഇപ്പോൾ ഓരോ കാര്യം പുതിയത് ദിവസവും വരികയാണ്. അപ്പോൾ അത് ആരെയും കുറ്റവും നമ്മൾ ആക്ഷേപിച്ചല്ല പറയുന്നത്. അതാണ് ജീവിതം. ഇന്ന് സമയം താമസിച്ചാൽ, ഞാൻ തന്നെ ഓഫീസിലൊക്കെ അവസാനം നമുക്ക് പഞ്ചിങ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഓട്ടമാണ്. സമയം തെറ്റിയാൽ പഞ്ചിങ് തെറ്റും, അത് പിന്നെ ശമ്പളം കുറയും, അങ്ങനെ പ്രശ്നം. ഇന്ന് തിരക്ക് പിടിച്ച ജീവിതമാണ്. അപ്പോൾ അതിനിടയിൽ ഈ ഭക്തിയും ജ്ഞാനവും ഒക്കെ നമുക്ക് ഭക്തിയുമായി ബന്ധം. അപ്പോൾ ഫോളോ, ഭജ്, പിന്തുടരുക. നമുക്ക് ഒരേ കാര്യം, ആത്മാവിനെ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഭഗവത് നാമരൂപത്തെ ആവട്ടെ പിന്തുടരാൻ പറ്റൂ. അപ്പോൾ അതിന് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ അതിന് നല്ല ഒരു ഉദാഹരണം. അതാണ് പരമഹംസരെ വ്യത്യസ്തനാക്കുന്നത്. പാണ്ഡിത്യമൊന്നും അല്ലാത്ത കൊച്ചു കൊച്ചു ഉദാഹരണം. അതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്ന ഗുരു. അതൊരു ശരിക്കും ഒരു മാസ്റ്ററാണ്. അത്രയും സാഹചര്യങ്ങളിലെ ഇലസ്ട്രേഷൻസ് മറ്റൊരു ഗുരുക്കന്മാരും പറഞ്ഞിട്ടില്ല. അക്കാര്യത്തിൽ അദ്ദേഹത്തിന്
എനിക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞ ഒരു ഗ്രന്ഥമാണ് ഈ വചനം. അതിൽ പറയുന്നത്, ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ, കൊച്ചു കുഞ്ഞാണ്, പാലൊക്കെ കൊടുത്തു, തൊട്ടിൽ കിടത്തി, വീട്ടിലാരുമില്ല, മുറിയൊക്കെ അടച്ചിട്ട് അവരെ കുറച്ചകലെയുള്ള ഒരു യജമാൻ്റെ വീട്ടിൽ വേലയ്ക്ക് പോകുന്നു. യജമാന് ഇതേപോലെ ഒരു കൊച്ചുകുട്ടിയുണ്ട്. അവർ ചെന്ന് അതിനെ ഉണർത്തി, അതിനെ ഇതുപോലെ പാലൊക്കെ കൊടുത്ത് ഇതിനെ കുളിപ്പിച്ച് ഉറക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ സ്ത്രീയുടെ മനസ്സിലെന്തായിരിക്കും? തൻ്റെ വീട്ടിൽ അല്ലേ ഉറക്കി കിടത്തിയിരിക്കുന്ന കുട്ടിയിലായിരിക്കില്ല. ഈ കുട്ടിയെ അവർ ചെയ്യുമ്പോൾ അവരുടെ മനസ്സ്, അപ്പം ഒരു കർമ്മം ചെയ്യുകയും മനസ്സ് മറ്റൊരിടത്ത് നിൽക്കുകയോ എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, സഹജമാണ്, മനുഷ്യ സഹജം. ഇതൊരു വലിയ സാധനമാണ്, ഇത് പ്രയാസം എന്നാണ്. പക്ഷേ പരമഹംസർ പറയുന്നത് ഇതാണ് സഹജം എന്നാണ് പറയുന്നത്. ഒരു കാമുകി, മറ്റൊരു ഇലസ്ട്രേഷൻ അദ്ദേഹം വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യും, വീട് എല്ലാം അവൾക്കൊരു കാമുകനുണ്ട്. അവളുടെ മനസ്സ് എവിടെയായിരിക്കും? അപ്പോൾ താല്പര്യമുണ്ടോ എന്നുള്ളതാണ് കാര്യം, അതിനോട് ഇഷ്ടമുണ്ടോ. അതാണ് രാഗവും അതിനെ തുടർന്ന് വരുന്ന അനു എന്ന് വെച്ചാൽ ആഫ്റ്റർ അനുരാഗം, രാഗവും അനുരാഗം. അത് ഒരു തത്വത്തോടാകട്ടെ, ഒരു ഈശ്വരനോടാകട്ടെ, വ്യക്തിയോടാകട്ടെ, ഒന്നിൽ നിൽക്കും മനസ്സ്. അങ്ങനെ ഇതിനെ ഒന്നിൽ തന്നെ നിർത്തി സ്വകർമ്മങ്ങൾ എല്ലാം ഒരു വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുന്നതിനെയാണ് ഭക്തിയോഗം വാസ്തവത്തിൽ. അതല്ലാതെ പോയി കുറച്ച് വഴിപാടും ചെയ്ത് നാമം ജപിക്കുന്നത് തെറ്റല്ല. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമ കീർത്തനം ഇത് അതിനായി വരേണമിക. കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി എളുതെന്ന് കേൾപ്പു ഹരി നാരായണ. അപ്പോൾ ഈ ഭക്തിക്ക്, ഈ നാമജപത്തിന് കലിയുഗത്തിലുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ആദ്യ സത്യയുഗത്തിൽ വർഷങ്ങൾ നീണ്ട തപസ്സാണ് പറഞ്ഞത് മോക്ഷമാർഗം. കാരണം സത്യയുഗത്തിൽ 16 കലകളുമുണ്ട് ധർമ്മത്തിന് 4 കാലുകളുമുണ്ട്. എല്ലാവരും ധർമ്മിഷ്ഠരും സത്യവാന്മാർ. സത്യയുഗം പേര് തന്നെ. പക്ഷെ അപ്പോഴ് ഇത് എല്ലായിടത്തും തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ കിട്ടാൻ പ്രയാസം എന്നാണ് പറയുന്നത്. ഇതെല്ലാവരും എല്ലാ കള്ളമില്ല അപ്പോഴും. പക്ഷെ ഈ സത്യത്തെ സാക്ഷാത്കരിക്കാൻ, അതാണ് 12,000 വർഷം തപസ് ചെയ്തു, അന്ന് ആയുസ്സും കൂടുതലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പുരാണങ്ങൾ പറയുന്നതാണ്, ശാസ്ത്രീയമായി ചോദിച്ചു കളയരുത്. അപ്പം അത് അങ്ങനെ വരുമ്പോൾ തപസ്സും ഇതൊക്കെ തപസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് സത്യയുഗത്തിൽ മോക്ഷമാർഗം തപസ്സാണ്. ത്രേതായുഗത്തിലെത്തിയപ്പോൾ അതിൽ 2 കലകൾ പോയെന്നാണ് പറയുന്നത്. ധർമ്മത്തിന് 1 കാല് നഷ്ടപ്പെട്ടു. അതാണ് ശ്രീരാമൻ്റെയൊക്കെ കാലം. മറ്റവതാരങ്ങളെല്ലാം സത്യയുഗത്തിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ചുകൂടി, അപ്പോൾ കുറച്ചെങ്കിലും അതിൽ കുറച്ചു അത്രത്തോളം സത്യവാനല്ലെങ്കിലും ചെറിയതായിട്ട് വ്യതിചലിച്ചിട്ടുള്ളവനത് ചെയ്യാം എന്നുള്ള രീതിയിൽ എങ്ങനെ യാഗം ചെയ്ത്, ഇത്രയും കഠിന തപസ്സൊന്നും വേണ്ട, കുറച്ചുകൂടെ എളുപ്പമാക്കി കൊടുത്തു. കാര്യം അധർമ്മം കുറച്ച് കൂടി, മറ്റത് ധർമ്മം നിറഞ്ഞു നിൽക്കുന്ന. അപ്പോഴിത് കിട്ടണമെങ്കിൽ നീ പ്രയാസപ്പെട്ടേ കിട്ടും, ഇത്രയും നിറഞ്ഞു നിൽക്കുകയാണ്. മറ്റത് കുറച്ച് മറഞ്ഞു, അത് നിന്റെ തെറ്റല്ല മറഞ്ഞത്, മായ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കട്ടി കൂടി വരുന്നു. അതുകൊണ്ട് നിനക്കൊരു ഇളവ്, യാഗങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്താൽ മോശം. ദ്വാപരം, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ സംശയത്തിൻ്റെ യുഗമാണ്. അവിടെ എത്തിയപ്പം വീണ്ടും ധർമ്മത്തിന് കാലുകൾ നഷ്ടപ്പെട്ടു, മായയുടെ കട്ടി കൂടി. ഈ മായ എന്ന് പറഞ്ഞാൽ കട്ടി കൂടിക്കൊണ്ടിരിക്കുകയാണ്, സമയം കടന്നു പോകുമ്പോൾ സത്യം കൂടുതൽ മറയുന്നു. അപ്പോഴേ വീണ്ടും മോക്ഷമാർഗം കുറച്ച് ചെറുതാക്കി കൊടുത്തു, ക്ഷേത്ര ദർശനം മതി. കലിയുഗത്തിലെത്തിയപ്പം മുഴുവൻ മറഞ്ഞു, ധർമ്മത്തിന് കാലുകളേ ഇല്ല, മുഴുവൻ മറഞ്ഞു. എവിടെ നോക്കിയാലും ഭോഗത്തിൻ്റെ, ഇപ്പം നമ്മുടെ മൊബൈലിൽ ഏത് വീഡിയോയും കിട്ടും അല്ലേ, ഭോഗത്തിൻ്റെയും കള്ളവും കപടവുമേ എവിടെയും ഉള്ളൂ. അറ്റ് ഫിംഗർ ടിപ്സ്, നമ്മുടെ വിരൽ തുമ്പിൽ ഇത് കിട്ടുന്ന കാലം. അപ്പം എവിടെ നോക്കിയാലും കേൾക്കുന്നതും എല്ലാം കാപഡ്യവും ഭോഗങ്ങളും. ഇതിനിടയിൽ ഒരുത്തൻ ഇതിൽ തിരിയുമെങ്കിൽ അവൻ എളുപ്പം ഇത് കിട്ടണം, നാമം ജപിച്ച. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് യുഗം 4ലും നല്ലോ കലിയുഗം എന്ന് ജ്ഞാനപ്പാനയിൽ. ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തിയേവ ഗതിരന്യഥ. ഹരേ രാമ ആ നാമം മതി. കലിയിൽ നാസ്തിയേവ 3 തവണ പറയാണ്. എന്ന് വെച്ചാൽ ഗതിരന്യഥ, അന്യഗതി മറ്റൊന്ന് ഇല്ല തന്നെ എന്ന്. അതാണ് നാമജപത്തിൻ്റെയും ഭക്തിയുടെയും ഒരു പ്രാധാന്യം. അപ്പോൾ ഈ വെറും ഭക്തിയാവരുത്, ജ്ഞാനം ചേർന്ന തത്വത്തിലെ ഭക്തിയാണ്. അപ്പോൾ അത് ജ്ഞാനയോഗം ഭക്തിയോഗം കൂട്ടിച്ചേർന്ന്. ഈ ഭക്തി വരുമ്പോൾ
നമ്മൾ ഒന്നിൽ തന്നെ പറഞ്ഞല്ലോ, കാമുകൻ കാമുകി. നമുക്ക് തന്നെ അറിയാം, കോളേജിലൊക്കെ പഠിക്കുമ്പം പ്രണയമൊക്കെ വന്നാൽ പഠിത്തത്തിൽ ഉഴപ്പും, ശരിയല്ലേ? അവന് ഇവൻ പഠിച്ചുകൊണ്ടിരുന്നതാണ്, അവനും അവളും തമ്മിൽ, അവൾ പഠിച്ചു അവൻ തമ്മിൽ പ്രേമമൊക്കെ ആയി, പഠിത്തമെല്ലാം പോയി, തോക്കാൻ വരെ കാരണം അത് ഒരു അലസത വരും. ഈ ഭക്തിക്ക് അത് വരും, ഒരലസത. രാധയൊക്കെ മറ്റൊന്നും അറിയുന്നില്ല, മീര എപ്പോഴും അതിൻ്റെ അലസനായി ഇരുന്ന് കഴിഞ്ഞാൽ, അപ്പം ഈ കർമ്മം എന്ന് പറയുന്ന ശരീരമുണ്ടോ, കർമ്മം ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കിടക്കുക, ചുമ്മാ കിടക്കുകയാണ്, അതും കർമ്മമാണ്. കാരണം കർമ്മമായതുകൊണ്ടാണ് എത്ര നേരം കിടക്കും, കുറേ നേരം കഴിഞ്ഞാൽ അസ്വസ്ഥത വരുന്നത് എന്താണ്? കിടക്കുക എന്നുള്ളത് വ്യാകരണ പ്രകാരവും കർമ്മമാണല്ലോ. ബെഡ് സോർ വരും, പ്രശ്നങ്ങൾ വരും, അതൊരു കർമ്മമായതുകൊണ്ടാണ്. അപ്പം ഈ കർമ്മം എങ്ങനെ ചെയ്യാം? അപ്പം നമ്മുടെ ഭോഗങ്ങൾക്ക് ചെയ്യാതെ ലോക ഉപകാരപ്രകാരം ചെയ്യുക. അത് ഈ ജ്ഞാനത്തിൽ നിന്ന്. യാതൊന്ന് കാൺമതത് നാരായണ പ്രതിമ, യാതൊന്ന് ചെയ്വതത്, യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്ന് ചെയ്വതത് നാരായണാർച്ചകൾ. പൂർണ്ണ സമർപ്പണത്തിൽ. ഈ പൂർണ്ണ സമർപ്പണത്തിന് ബാലകൃഷ്ണൻ സാറ് പറയുന്നത് സർവം ബ്രഹ്മമയം. അപ്പം എല്ലാം ബ്രഹ്മമായിട്ട് കാണുമ്പോൾ നമ്മളെല്ലാം സമർപ്പിച്ച് കഴിഞ്ഞു, അല്ലേ? സ്വാമി രാമതീർത്ഥൻ പറയുന്ന എല്ലാ സൂര്യനെയും ചന്ദ്രനെയും പട്ടിയെയും എല്ലാം ബ്രഹ്മമായിട്ട് കാണുമ്പോൾ ഈ പ്രപഞ്ച ശക്തികൾ ഈ ബ്രഹ്മമായി കാണുന്ന ആളുടെ സേവ ചെയ്യാൻ തയ്യാറാകുമെന്നാണ് ബാലകൃഷ്ണൻ സാറ് പറയുന്നത്. ബ്രഹ്മജ്ഞാനിയുടെ മുന്നിൽ ദിവസവും ത്രിമൂർത്തികൾ വന്ന് വണങ്ങിപ്പോകുന്നത്, അത്രയും പ്രാധാന്യമുണ്ട്. അതായത് ഒരു 100 മനുഷ്യരുടെ ആനന്ദമാണ് ഒരു രാജാവിൻ്റെ ആനന്ദം. അതായത് രാജാവിനെല്ലാം എപ്പോഴും അടുത്ത് കിട്ടുകയാണ്. അതുകൊണ്ട് രാജാവ് കുറേയൊക്കെ നിസ്സംഗനാവും. കാര്യം മറ്റ് മനുഷ്യനെ പോലെ വെപ്രാളപ്പെട്ട് നടക്കണ്ട, സുഖസൗകര്യം. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ആനന്ദം. 100 രാജാക്കന്മാരുടെ ആനന്ദം ഒരു ഗന്ധർവനുണ്ടെന്നാണ്. 100 ഗന്ധർവന്മാരുടെ ആനന്ദം ഒരു ദേവനുണ്ട്. 100 ദേവന്മാരുടെ ആനന്ദം ഇന്ദ്രനുണ്ട്. 100 ഇന്ദ്രന്മാരുടെ ആനന്ദം ഈ ത്രിമൂർത്തികൾക്കുണ്ട്. ഇവരുടെ ആരുടെയും ആനന്ദം ബ്രഹ്മജ്ഞാനിയുടെ ആനന്ദത്തിനൊപ്പം എത്തുകയില്ല, അതാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഈ ഗ്രേഡ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ കർമ്മയോഗം. അപ്പം ഈ കർമ്മയോഗം ഈ അലസതയിൽ പെട്ടുപോകാതെ ഇവനെ ഒന്ന് ആക്റ്റീവാക്കും. അപ്പം നീ കർമ്മം ചെയ്. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാച. നീ ഞാൻ പഠിക്കുന്നു, ജയിക്കുമോ, അങ്ങനെ ആശങ്ക വേണ്ട. അതവിടെ വിട്ടേക്ക്. നീ പഠിക്കാനുള്ളത് അല്ലേ, നിന്റെ ഏറ്റവും ട്രൈ മൈ ബെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, നിന്റെ ഏറ്റവും ഇതിൽ നീ ശ്രമിച്ചോ. ഒരു നിമിഷം പോലും കർമ്മം. അപ്പം ഭഗവാൻ എന്താ ഗീതയിൽ പറയുന്നത്? എനിക്ക് ഈ 3 ലോകങ്ങളിലും ചെയ്യാനായി യാതൊരു കർമ്മവും അവശേഷിക്കുന്നില്ല, 3 കാലത്തിലും അവശേഷിക്കുന്നില്ല. എന്നാൽ ഞാൻ നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി യുധിഷ്ഠിരൻ നോക്കിയപ്പോൾ കുതിരലായത്തിൽ ഒരു വെളിച്ചം കണ്ടു. യുധിഷ്ഠിരന് ശത്രുക്കളെല്ലാം അറിയാതാണോ? അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിന്ന് കുതിരകൾക്ക് എണ്ണയിട്ട് തീറ്റ കൊടുക്കുകയാണ്. നാളത്തെ യുദ്ധത്തിന് തയ്യാറാക്കി പാതിരാത്രി. അപ്പോൾ അങ്ങേക്ക് ക്ഷീണവും ഉറക്കവുമില്ല. അല്ല, ഇവർക്ക് ക്ഷീണം വന്നാൽ നാളെ യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കർമ്മയോഗിയാണ്. പക്ഷെ ഭഗവാന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഭാവം? എനിക്ക് 3 ലോകത്തും, പക്ഷെ എന്ന് പറഞ്ഞാൽ അലസനായി ചുമ്മാ ഇരിക്കുകയില്ല, നിരന്തരം. അതാണ് കർമ്മയോഗി. അതാണ്. അപ്പം ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഈ വേദാന്തം എങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ അത് ഒരു കർമ്മ വിമുഖത വരില്ല. ഇത് ഉള്ളിലാണ് അത് വരേണ്ടത്. കർമ്മത്തോട് ഒട്ടാതിരിക്കേണ്ടത് ഉള്ളിലാണ്. ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട എവിടെയാണ്? ഉള്ളിലാണ്. അപ്പോൾ ബാലകൃഷ്ണൻ സാറിൻ്റെ ഉപദേശം അവിടെയും ഞാൻ പറയുകയാണ്, ഇതിന് 5 പൈസയുടെ ചിലവില്ല, ഇത് ആരോടും പറയണ്ട. സാറിൻ്റെ വാക്കുകൾ ഞാൻ പറയണം. അതായത് ഞാൻ നിന്നെ ബ്രഹ്മമായിട്ട് കാണുന്നുവെന്ന് ഭർത്താവ് ഭാര്യയോട് പറയേണ്ട, വഴക്കുണ്ട്. നിങ്ങളെന്നും അത് ഭാര്യ ഭർത്താവിനോടും പറയണ്ട. ഇത് രഹസ്യമായിട്ട്. ഇത് രാജവിദ്യ, രാജഗുഹ്യയോഗം അല്ലേ? വിദ്യകൾ രാജാവും രഹസ്യങ്ങളിൽ രഹസ്യവും എന്നാണ്. ഇത് രഹസ്യമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇങ്ങനെ കണ്ടാൽ എന്താ, എന്ത് പ്രശ്നം വന്നാലും ഉള്ളിൽ നമുക്ക് ടെൻഷനോ വറിയോ ഒന്നുമില്ല. അപ്പോൾ ഇത് വലിയൊരു മാനേജ്മെൻറ്റ് രഹസ്യം കൂടെയാണ് അല്ലേ, മോട്ടിവേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നു. അതിൻ്റെ ഒരു ഇന്നത്തെ ബിസിനസ് മാനേജ്മെൻ്റ് ആകട്ടെ, ജോലി സ്ഥലത്താവട്ടെ, ഇത് പ്രായോഗികമാക്കാം നമുക്ക്. ഇത് എത്രയും എളുപ്പം, ആരും അറിയണ്ട, 5 പൈസയുടെ ചിലവില്ല, അവിടെ ഇവിടെ ഓടി നടക്കണ്ട.
അവിടെ ഇവിടെ ഓടിയിട്ടൊന്നും സാറെപ്പോഴും പറയും ഇങ്ങനെ ഹിമാലയത്തിൽ പോയി തപസ്സിന് പോയി ഗംഗയിൽ മുങ്ങി പാവം കളയാൻ. അപ്പോഴും ഒരു സംസ്കൃത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഗംഗയിൽ മുങ്ങുന്നവൻ്റെ പാവം മരത്തിൻ്റെ മുകളിലിരിക്കും, മുങ്ങിയിട്ട് വരുമ്പോൾ തിരിച്ച് വീഴും. ആ പാവം എന്ന് പറഞ്ഞാൽ പാവചിന്ത, അതാണ്. അപ്പം രമണ മഹർഷിയോട് ഒരാൾ ഒരു 4 പേരെ കൊന്ന ഒരാൾ നടന്ന സംഭവം, ജയിലിൽ കിടന്നു ജീവപര്യന്തം, 20 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങി. ശിക്ഷ കഴിഞ്ഞെങ്കിലും കുറ്റബോധം, ഗിൽറ്റി പോയില്ല. ഇയാൾക്ക് വെന്തുരുകയാണ്. ഈ ബ്രഹ്മഹത്യാഭാവമൊക്കെ ബാധിച്ചാൽ നമ്മൾ ചുട്ടു പൊള്ളുമെന്ന് പറയുന്നത് ശരിയാണ്. ഇദ്ദേഹം ഉള്ളിൽ ചുട്ടു പൊള്ളുകയാണ്. ഇദ്ദേഹം അങ്ങനെ ആരോ പറഞ്ഞു മഹർഷിയെ കണ്ട് മഹർഷി അങ്ങനെ സംസാരിക്കില്ല. മഹർഷിയുടെ അടുത്തിരുന്നാൽ തന്നെ ശാന്തി കിട്ടും. മഹർഷിയോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ശിക്ഷയൊക്കെ അനുഭവിച്ചു, എന്നിട്ടും ഈ അതിൻ്റെ ഇത് എനിക്ക് ഉള്ളിൽ നിന്ന് പോകുന്നില്ല. സ്വാമി, കിടന്നാൽ ഉറക്കമില്ല, ആഹാരം വേണ്ട, ഒരു നിമിഷം പോലും ജീവിക്കണമെന്ന്. സ്വാമി പറഞ്ഞത്, കൊന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ ചിന്ത കർമ്മത്തിനെക്കാളും പ്രാധാന്യം നമ്മൾ എങ്ങനെ അതിനെ കാണും. ഇപ്പോൾ ഒരു സാഹചര്യം വന്നുപോയി, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾ ആക്രമിച്ചു വന്ന് ഒരു അടി കൊടുത്ത് വീണ് ചത്തു, നമ്മൾ നാളെ ഒരു കൊലപാതകയാവാം. ആർക്കും ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം, അല്ല? ഇന്ന് അങ്ങനത്തെ വാർത്തകൾ വരുന്നുണ്ട്. നമ്മളത് അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്നുള്ള നമ്മുടെ ഇൻറ്റൻഷൻ എങ്ങനെ, നമ്മുടെ ഭാവം എങ്ങനെ, ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും സർവം ബ്രഹ്മമായ എന്നുള്ളത്, അതാണ് ഇതിനുള്ള ആത്യന്തികമായ, ഇതാണ് സ്പിരിച്വൽ സൊല്യൂഷൻ ഈ എല്ലാ പ്രശ്നവും. അപ്പോൾ കർമ്മയോഗമായല്ലോ, ഇനി യോഗം നേരെ. അതെന്തിനെന്ന് പറഞ്ഞാൽ ഇത്രയും ആയാലും മനസ്സ് പറന്നുകൊണ്ടേയിരിക്കും. അപ്പം മനസ്സിനെയും ശരീരത്തെ അടക്കാനാണ് നേരത്തെ പറഞ്ഞ രാജയോഗം. അപ്പോൾ ഇത് 4 കൂടി. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറയും, ഇത് 1 അല്ലെ 2 മാത്രം ആചരിക്കുന്നവൻ വികലമായ അംഗം. ഇന്ന് വികലാംഗൻ എന്ന് വാക്ക് ഉപയോഗിച്ചുകൂടെ, ഭിന്നശേഷി. അപ്പോൾ അന്ന് ഹാൻഡിക്യാപ്ഡ്, വികല എന്നേ പറയാൻ കഴിയും. അതുപോലെ മഹർഷി അരവിന്ദ ഘോഷ് ഈ 4 യോഗയൊക്കെ കൂടി, ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, യോഗം, ഇതിനെയൊക്കെ ചേർത്ത് ഇൻ്റഗ്രൽ യോഗ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പഠനം നടത്തി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇൻ്റഗ്രൽ യോഗ. യോഗയെ എല്ലാത്തിനെയും സമന്വയിപ്പിക്കുക. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മാർഗത്തിൽ പോകുന്ന ഒരു സത്യാന്വേഷി അല്ലെങ്കിൽ സാധകൻ അപ്പോൾ ചിലർ ഞാൻ ജ്ഞാനമാർഗമാണ്, ഭക്തിയൊന്നും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഭക്തി മാർഗമാണ്, എനിക്ക് ജ്ഞാനം ശരിയാവില്ല, ഞാൻ കർമ്മയോഗിയാണ്, മറ്റവരൊക്കെ അലസന്മാരാണ്, ഞാനല്ല യോഗം രാജയോഗമാണ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും, ഇത് എല്ലാവരും ഇടയിൽ ലക്ഷ്യമൊന്നും, അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ അദ്വൈത വേദാന്തത്തിനെ സംബന്ധിച്ച് അദ്വൈത വേദാന്തം ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും. അപ്പോൾ അതിലേക്ക് എത്താൻ നമുക്കൊരു അറിവ് കിട്ടി, അതിലേക്ക് എത്താൻ ഇതെല്ലാം സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചിലർ പറയും, ഓരോ സ്ഥലത്ത് നിൽക്കുന്നവർ, ഇപ്പം ഡൽഹി, തിരുവനന്തപുരത്ത് നിൽക്കുന്നവർ പോകുന്ന വഴിയല്ല കാശ്മീരിൽ നിൽക്കുന്നവർ, വിവിധമാണ്. പക്ഷേ അദ്വൈത വേദാന്തം പറയുന്നത്, നിങ്ങൾ നിൽക്കുന്നത് ഡൽഹിയിൽ തന്നെയാണ്, നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം, അതൊന്ന് മാറ്റിയാൽ മതി എന്നാണ്. പക്ഷെ അത് മാറ്റാൻ നമുക്കിതെല്ലാം സഹായമായിട്ട് വരും. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിൽ വയ്ക്കണം. ഒന്നും തമ്മിൽ, വേദാന്തം എന്ന് പറയുന്നത് തമ്മിൽ കലഹമല്ല. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചായാലും ബാലകൃഷ്ണൻ നായർ സാറിനെ സംബന്ധിച്ചാലും അവരെല്ലാം അംഗീകരിച്ചിട്ടുണ്ടെന്ന്. ഇപ്പം ഗുരു ജ്ഞാനത്തിൻ്റെ അങ്ങേയറ്റമായ ആത്മോപദേശതകവും ദർശനമാലയൊക്കെ ശ്രീനാരായണ ഗുരു എഴുതുമ്പോഴും അരുവിപ്പുറത്ത് പ്രതിഷ്ഠയും നടത്തി ഗുരു. ശാരദ പ്രതിഷ്ഠ നടത്തി ശിവഗിരിയിൽ. ആ ശാരദ തന്നെ നേരത്തെ പറഞ്ഞ പുരുഷാർത്ഥം അതിൻ്റെ പ്രതീകമാണ്, ജ്ഞാനത്തിൻ്റെ ദേവതയാണ്. ശാരദാദേവിയുടെ കയ്യിലുള്ളത് വീണയല്ല, സരസ്വതി ദേവിയുടെ കയ്യിലെ വീണയ്ക്ക് പകരം ഗ്രന്ഥവും ഒരു കുടത്തിൽ നാണയങ്ങളും ഒരു കിളിയും പിന്നീട് ചിന്മുദ്രയുമാണ്. ഈ ഗ്രന്ഥം നേരത്തെ പറഞ്ഞ ധർമാധർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ്. അതിലെ അർത്ഥം ധനത്തിൻ്റെ പ്രതീകമാണ് കുടത്തിലെ നാണയങ്ങൾ, കിളി എന്ന് പറയുന്നത് കാമത്തിൻ്റെ പ്രതീകമാണ്, എല്ലാം കൊത്തിപ്പറിക്കുക, ഭോഗിക്കുക. ചിന്മുദ്ര എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പ്രതീകം. അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ട് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചതാണ് ശാരദ. എൻ്റെ ശാരദ എന്നാണ്, ശാരദയെ കണ്ടിട്ട് പോകണം അവിടെ വരുന്നവരോട് ഗുരു പറയുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അദ്വൈത വേദാന്തത്തെ സംബന്ധിച്ച് ഒന്നിനെയും മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല, എല്ലാറ്റിനെയും സമന്വയിപ്പിക്കാനാണ് വേദാന്തം ശ്രമിക്കുന്നത്. ഇതാണ് ജ്ഞാന, ഭക്തി, കർമ്മ യോഗങ്ങളുടെ രഹസ്യം. ശിവാരവിന്ദം
Shiva